السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ മഹത്തായ ഫضല് കൊണ്ട്, ഔദാര്യം കൊണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മാനസികമായും ശാരീരികമായും തയ്യാറെടുത്ത ആളുകളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ചും ആ കർമ്മം ചെയ്യേണ്ടതിന്റെ രൂപത്തെ സംബന്ധിച്ചും ആ കർമ്മം കൊണ്ടുള്ള ഉപകാരത്തെ സംബന്ധിച്ചും കൃത്യമായി ബോധവാന്മാരാകുക, അറിവുള്ളവരാകുക എന്നുള്ളത് നമ്മുടെ ബാധ്യത കൂടിയാണ്. ഉംറ നിർവഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്, ഹാജിമാരും അതുപോലെ തന്നെ ഉംറ ചെയ്യുന്ന ആളുകളും അള്ളാഹുവിന്റെ യാത്രാ സംഘമാണ്. ദഅാഹും ഫഅജാബൂഹു, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കും. വസഅലൂഹു ഫഅഅതാഹും, അള്ളാഹുവിനോട് അവർ എന്ത് ചോദിച്ചാലും അള്ളാഹു അത് അവർക്ക് നൽകും. അത് ഈ ഹാജിമാർക്കും ഉംറ ചെയ്യുന്ന ആളുകൾക്കും അള്ളാഹ് നൽകിയ ഒരു ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ യാത്രാ സംഘങ്ങളായിക്കൊണ്ടാണ് ആ പരിശുദ്ധ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പോകുന്നത്. അതോടൊപ്പം നാം ചെയ്യുന്ന ആ ഉംറ എന്ന കർമ്മം അത് നമ്മുടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, പാപങ്ങളെ മായ്ച്ചു കളയാനുള്ള ഒരു കർമ്മം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ, ഒരു ഉംറ മുതൽ അടുത്തൊരു ഉംറ വരെ അതിനിടയിലുള്ള വൻ പാപങ്ങളല്ലാത്ത ചെറിയ പാപങ്ങളൊക്കെ അതിലൂടെ പൊറുക്കപ്പെടും. അതിനുള്ള കഫാറത്താണ്, പ്രായശ്ചിത്തമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അതിനേക്കാൾ വലിയ, നമ്മളിത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഈ കർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബോധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും ഒക്കെ തുടരെ ചെയ്യണം. അഥവാ സൗകര്യപ്പെടുന്ന ആളുകൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇടക്കിടക്ക് അത് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ, തീർച്ചയായും ഹജ്ജും ഉംറയും അത് ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിങ്ങൾ ഹജ്ജും ഉംറയും ഒക്കെ എന്ത് ചെയ്യണം? തുടരെ ചെയ്യണം. എന്ത് പറയാം? ഫഇന്നഹുമാ യൻഫിയാനി അൽ ഫഖറ വദ്ദുനൂബ്, ഹജ്ജും ഉംറയും ദാരിദ്ര്യത്തെയും പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യും. അപ്പൊ നമ്മുടെ ഉംറ നമുക്ക് പോകുമ്പോൾ തന്നെ നിയ്യത്തുണ്ടാകേണ്ടതാണ്. നമ്മുടെ ഉംറ കൊണ്ട് നമ്മുടെ പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ്, അല്ലെ? ഏതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, കമാ യൻഫിൽ കീറു ഖബുസൽ ഹദീദി വദ്ദഹബി വൽ ഫിദ്ദ, കൊല്ലയിൽ ആലപ്പുരയിൽ അവൻ ഇരുമ്പിലെ തുരുമ്പ് കളയുന്നത് പോലെ, കൊല്ലന്റെ ആല ഇരുമ്പിലെ തുരുമ്പ് കളയുക. അതുപോലെ തന്നെ സ്വർണത്തിന്റെയും വെള്ളിയിലൊക്കെ പിടിച്ച ആ തുരുമ്പ് ചൂടാക്കിയാൽ കളയും എന്നതുപോലെ പാപങ്ങളെയും ദാരിദ്ര്യത്തെയും ഒക്കെ ഹജ്ജും ഉംറയും ഇല്ലായ്മ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഫലമുള്ള, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങളുള്ള പരിശുദ്ധമായ ആ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മാനസികമായി ഒരുങ്ങിയ ആളുകളാണ് നമ്മൾ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് യാത്രയും മറ്റുള്ള കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉംറക്ക് പ്രതിഫലം ലഭിക്കുക നമ്മുടെ ചിലവും നമ്മുടെ അധ്വാനവും എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട്, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് അവരുടെ ഉംറയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഇന്നലകി മിനൽ അജ്രി
അലാ ഖദരി നസബകി വനഫഖതകി. താങ്കളുടെ അല്ലെങ്കിൽ ആയിഷ നിന്റെ ഉംറക്ക് അള്ളാഹിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുക നിന്റെ അധ്വാനത്തിനും ചെലവിനും അനുസരിച്ച് അതിന്റെ തോതനുസരിച്ചായിരിക്കുന്ന. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ ഉംറ യാത്ര, ഇപ്പം നമ്മൾ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾ, രോഗികൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ യാത്രയുടെ പ്രയാസം അനുഭവിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ തോതുണ്ടാകുക. അവിടെ എത്രത്തോളം നമ്മൾ ചെലവഴിക്കുന്നു, അതിനുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നു എങ്കിൽ അതിനനുസരിച്ചാണ് നിനക്ക് പ്രതിഫലം ഉണ്ടാകുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സ്വാഭാവികമായും നമുക്ക് ഈ യാത്രക്ക് ചെലവുണ്ട്, നമ്മളൊക്കെ കൊടുത്ത. അതുപോലെ തന്നെ ഇനി ആ സാമ്പത്തിക ചെലവ് മാത്രമല്ല, ഇനി ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഈ യാത്രയിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ ലാസ്റ്റ് പറയാൻ വെച്ചതാണ്, അസ്സഫറു ഹിതഅതു മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയിലെ ഒരു കഷ്ണമാണ്, അദാബിൻ്റെ ഒരു കഷ്ണമാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വതവേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കോഴിക്കോട്ട് പോകുമ്പോൾ തന്നെ എന്തൊക്കെ പ്രയാസം ഉണ്ടായാലുണ്ട് അല്ലേ. ഛർദ്ദിക്കുന്നവർ, അതുപോലെ തന്നെ വേദന എടുക്കുന്നവർ, ഇങ്ങനെ പല പ്രയാസം. അതുകൊണ്ട് തന്നെ യാത്രയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദാബിൻ്റെ ഒരു കഷ്ണമാണ്. അതുകൊണ്ട് പ്രയാസവും അത് ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ എത്രത്തോളം നമ്മൾ സഹിക്കുകയും തരണം ചെയ്യുകയും ചെയ്യും അതിനനുസരിച്ചാണ് നമ്മുടെ ഉംറക്കുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുക എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശരി, ഇനി നമ്മൾ ഉംറയുമായി ബന്ധപ്പെട്ട വളരെ വിശദമായെന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ മാത്രം, ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെ യാത്രയിലൊക്കെ നമുക്ക് പറയാൻ അവസരം ലഭിക്കുമ്പോൾ പറഞ്ഞു തരും. ഉംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ ഓരോരുത്തരാണെന്ന് സങ്കല്പിച്ച് നമ്മൾ ഒറ്റക്കാന്ന് വിചാരിക്കുക, കൂടെ ആരുമില്ല, നമ്മൾ ഒറ്റക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉംറ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കൂടെ ഭാര്യയില്ല, ഭർത്താവില്ല, അമീറില്ല, ആരുമില്ല, നമ്മൾ ഒറ്റക്കാണ്. അങ്ങനെ സങ്കല്പിച്ച് ഇവിടെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മളാണ് പഠിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉംറയുടെ രൂപമാണെന്ന് പറഞ്ഞു. ഉംറയുടെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസികക്കും. ഹജ്ജിൻ്റെ കർമ്മങ്ങളായാലും ഉംറയുടെ കർമ്മങ്ങളായാലും അത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കും, എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുമെന്നാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഉംറ ചെയ്തുവോ അതുപോലെ നമ്മൾ ഉംറ ചെയ്യണം. അപ്പോഴേ നമ്മൾ ഉംറ സ്വഹീഹാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അത് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത് അതേ രൂപത്തിൽ ആ ഉംറ നിർവഹിക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ഉംറ സ്വഹീഹാവും. മറ്റൊരു റിവായത്തിലുള്ള ലിതഖുദു മനാസികക്കുന്ന, നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഉംറയുടെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്നും സ്വീകരിക്കണം. അഥവാ റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ നമ്മളെന്ത് ചെയ്യണം, ആ കർമ്മം ചെയ്യണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറയുടെ രൂപം അതാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി പഠിച്ച് അങ്ങനെയാണ് നമ്മൾ ആ കർമ്മം നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത് 4 കാര്യങ്ങളാണ് ഉംറക്കാർ ചെയ്യേണ്ടത്. ഉംറക്കാർക്ക് 4 കർമ്മങ്ങളാണുള്ളത്. 1 അത് നേരെ മനസ്സിൽ ഈ ഇഹ്റാം, ഞാൻ വേറെ വിശദീകരിക്കും. 2 തവാഫ്, 3 സഅയ്, 4 മുടി കളയൽ. അപ്പോൾ 4 കാര്യങ്ങൾ ചെയ്യാനുള്ളൂ, വേറെ വലിയ പണിയൊന്നുമില്ല. 4 കാര്യങ്ങൾ: ഇഹ്റാം, തവാഫ്, സഅയ്, മുടി കളയൽ. ഈ 4 കർമ്മങ്ങളാണ് എന്തിനുണ്ടാകുക, ഉംറക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തതാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത്. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് സ്വാഭാവികമായി ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയണം. നിസ്കാരത്തിന് വേണ്ടി നമ്മൾ വുളൂ ചെയ്താൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചോ? ഇല്ല. പ്രവേശിച്ചോ? ഒന്നുണ്ടാക്കിയാൽ ഇല്ല. നിസ്കാരത്തിന് വേണ്ടി ഒന്നുണ്ടാക്കി വന്ന് കിബിലക്ക് മുസല്ലക്കെട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞു നിന്നാൽ ഒരാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചോ? ഇല്ല. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ അവിടെ ഇരുന്നുണ്ടല്ലേ തക്ബീറത്തുൽ ഇഹ്റാം നമ്മൾ പറയും അല്ലേ, അഥവാ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകളൊക്കെ ചുമല നേരെ ഉയർത്തി ഇടത് കൈമേൽ വലത് കൈ വെച്ച് നെഞ്ചത്ത് വെക്കുക. അപ്പോഴാണ് എന്ത് ചെയ്യുക, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ഇതുപോലെ ഹജ്ജിനും ഉംറക്കും മാത്രമല്ല ഇഹ്റാം ഉള്ളത്, നിസ്കാരത്തിനും ഇഹ്റാമുണ്ട്. അതാണ് ഈ ഇഹ്റാം. ഇതുപോലെ ഒരു പ്രത്യേകമായ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഉംറയിലേക്കോ ഹജ്ജിലേക്കോ പ്രവേശിക്കുന്നതിനുള്ള ഒരു പണിയെടുക്കുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുക. അപ്പോൾ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു പണിയെടുത്തിന് കയറാന്നുള്ളത്. കാരണം എന്താ, സാധാരണ ചെയ്യൽ അനുവദനീയമായ പല കാര്യങ്ങളും നമസ്കാരത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പ്രവേശിച്ചതോടുകൂടി പിന്നെ ചെയ്യാം. സംസാരിക്കാൻ പറ്റുമോ? പിന്നെ ഇല്ല. തിന്നാൻ പറ്റുമോ?
കുടിക്കാൻ പറ്റും, ഇതൊക്കെ അനുവദനീയാണ്. പക്ഷേ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ പിന്നെ എന്തായി? നിഷിദ്ധമായി. എന്നതുപോലെ ഹജ്ജിന്റെയോ ഉംറയുടെയോ ഇഹ്റാമിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അതുവരെ അയാൾക്ക് അനുവദനീയമായിരുന്ന ഹലാലായിരുന്ന പല കാര്യങ്ങളും പിന്നീട് അയാൾക്ക് എന്താകും? ഹറാമാകും, നിഷിദ്ധമാകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രത്യേകമായൊരു പണിയെടുത്ത് പ്രവേശിക്കുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുക. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടുന്ന? ഇഹ്റാമിൽ പ്രവേശിക്കാൻ 4 സ്ഥലങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ സ്വഹാബത്തിന്റെ ഇജ്മാ അനുസരിച്ചുകൊണ്ട് പിന്നീട് സ്വഹാബത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സ്വീകരിച്ച ഒരു സ്ഥലം കൂടി, അങ്ങനെ 5 സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് മീഖാത്ത്. എന്താ പറയുക? മീഖാത്ത് എന്ന് പറയാം. ഈ മീഖാത്തിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അപ്പൊ 4 മീഖാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സ്വഹാബത്ത് ഏകകണ്ഠമായി 5ാമത്തെ ഒരു മീഖാത്ത്. അതിൽ 1ാമത്തെ മീഖാത്ത് ദുൽ ഹുലൈഫ എന്ന് പറയുന്നതാണ്. അഥവാ മക്കയിൽ നിന്ന് ഏകദേശം ഒരു 420 കിലോമീറ്റർ അകലെയുള്ള, മക്കയിൽ നിന്നിട്ടില്ല, അഥവാ മദീനയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, മദീനയിൽ നിന്നാണ് ഈ 13 കിലോമീറ്റർ. ആ മീഖാത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പിൻ്റെ ഉംറ ചെയ്യാൻ മദീനത്ത് നിന്ന് മക്കത്തേക്ക് തിരിച്ചു വരുമ്പോൾ ആ മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം പ്രവേശിക്കുക. ആ മീഖാത്തിന് കുറച്ച് പ്രത്യേകത ഉണ്ട്, ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ പറയും. ദുൽ ഹുലൈഫ എന്നാണ് ആ മീഖാത്തിൻ്റെ പേര്. ഇന്നത് അറിയപ്പെടുക അബിയാറു അലി എന്നാണ്. പോയ ആളുകൾക്ക് പരിചയമുണ്ടാവും. അബിയാറു അലി എന്നാണ് അതിൻ്റെ പേര്. ഇന്ന് അവിടെ ചെന്നത് അതാണ് ഒന്ന്. 2ാമത്തേത് റാബിഅ, അതല്ലെങ്കിൽ ഇന്ന് ആളുകൾ റാബത്ത് എന്ന് പറയുന്ന മക്കയിൽ നിന്ന് 186 കിലോമീറ്റർ അകലെയുള്ള ഹദീസിൽ ജുഹഫ എന്ന് വന്നിട്ടുണ്ട്. നബി പറഞ്ഞത് ജുഹഫ എന്നാണ്. അത് വന്നിട്ട് 2ാമത്തെ മീഖാത്ത്. ഇതൊന്നും നമ്മൾ ബാധകമല്ല, ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 3ാമത്തെ മീഖാത്ത് യലംലം, അഥവാ യമനിന്റെ ഭാഗത്തിലൂടെ, യമനുകാർക്കും അതിൻ്റെ ഭാഗത്തിലൂടെ വരുന്ന ആളുകൾക്കും ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള മീഖാത്താണ് യലംലം. അതാണ് നമ്മുടെ മീഖാത്ത്. നമ്മുടെ മീഖാത്താണ് യലംലം. കാരണം എന്താ? നമ്മൾ യമന്റെ ഭാഗത്തു കൂടെയാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ടാണ്, നമ്മളെ യാത്ര ഫ്ലൈറ്റിലാണല്ലോ. ഇവിടെ കരിപ്പൂരിൽ നിന്ന് പൊന്തി ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇൻഷാ അല്ലാഹ് പറയും. അതേ സ്ഥലം പറഞ്ഞു മാത്രം ഈ ഇഹ്റാം പറയുമ്പോൾ പറയും. അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഇഹ്റാം. നമ്മളെ ഫ്ലൈറ്റ് അത് തന്നെയാണ് പോവുക. അതുകൊണ്ട് ജിദ്ദയിലെത്തുന്ന, എയർപോർട്ടിലെ ജിദ്ദയിൽ ഇറങ്ങുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പ്, അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത്. ഇനി 4ാമത്തത് ഖർനുൽ മനാസിൽ. ഖർനുൽ മനാസിൽ എന്നറിയപ്പെടുന്ന, ഇന്ന് സൈലുൽ കബീർ എന്നറിയപ്പെടുന്ന ത്വായിഫിൻ്റെ ഭാഗത്തുള്ള, ഒരു പക്ഷേ നമ്മൾ ത്വായിഫിലേക്ക് പോകണം, നമ്മളെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ച് ത്വായിഫ് കാണാൻ പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കാണാൻ പറ്റും. മക്കയിൽ നിന്ന് 78 കിലോമീറ്റർ അകലെയുള്ള സൈലുൽ കബീർ എന്നറിയപ്പെടുന്ന ഖർനുൽ മനാസിൽ എന്ന മീഖാത്ത്. 5ാമത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് സ്വഹാബത്ത് ഏകകണ്ഠമായി തീരുമാനിച്ചത് ദാത്തുൽ അർഖ് എന്നറിയപ്പെടുന്ന, ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചതാണ്, സ്വഹാബത്ത് ഏകകണ്ഠമായി നിശ്ചയിച്ചാണ് മീഖാത്താണ് എന്നാണ്. അപ്പോൾ ഇഹ്റാം കെട്ടൽ നിർബന്ധമാണ്. പക്ഷേ ആ ഇഹ്റാം എവിടെ വെച്ചാണ് ചെയ്യേണ്ടത്? മീഖാത്തിൽ വെച്ചാണ് ചെയ്യേണ്ടത് എന്നാണ്. അതും നിർബന്ധമാണ്. മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അയാൾ ഹജ്ജിൻ്റെയോ ഉംറയുടെയോ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തി. അതുകൊണ്ട് തന്നെ അയാൾക്ക് കഫാറത്തുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. എന്താ? ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്യണം അവിടെ വെച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? മീഖാത്ത് കടന്നു പോകുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ട് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. ഇനി ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ നമുക്ക് ചെല്ലാനുള്ള ഒന്നാണ് തൽബിയത്ത് ചൊല്ലുക എന്നുള്ളത്, അല്ലേ? തൽബിയത്ത് ചൊല്ലുക. ആ തൽബിയത്തിന്റെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസാ നബിനൊക്കെ സ്വപ്നം കണ്ടു. അതോ നല്ല ആളുകളാണ് നബി സ്വപ്നം കാണല്ലോ. അങ്ങനെ ഈസാ നബി മൂസാ നബിയൊക്കെ കുന്നുകൾ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. ഒരു കുന്ന് കയറി ഇറങ്ങുക. അതെങ്ങനെയാണ്? തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരുന്നു അവർ ഇങ്ങനെ കുന്നുകൾ, മല ഇങ്ങനെ കയറി ഇറങ്ങുന്നതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കണ്ടത് എന്നാണ്. അതുപോലെ തന്നെ തൽബിയത്ത് നമുക്ക് നമ്മൾ തന്ന കൈ പുസ്തകത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്നുള്ള തൽബിയത്ത് ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് പഠിക്കണം. നമ്മളെ കയ്യിലൊരു പുസ്തകമുണ്ട്, ഞാൻ പറയാം. അപ്പോൾ ആ തൽബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചെല്ലുന്ന ആളുകൾക്ക്, ശബ്ദം ഉയർത്തി ചെല്ലുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളതാണ്.
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുലബ്ബിയ ഇല്ലാ ലബ്ബ മൻ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി മിൻ ഹജരിൻ ഔ ഷജരിൻ ഔ മദരിൻ ഹത്താ തൻഖതിഅ അൽ അർദു മിൻ ഹാഉന വആഹുന. ഒരു മുസ്ലിമായ മനുഷ്യൻ തൽബിയത്ത് ചൊല്ലുന്നില്ല. എങ്ങനെയല്ലാതെ അയാളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുന്നിലും പിന്നിലുമുള്ള കല്ല്, മരം, മദർ എന്ന് പറഞ്ഞ ചളിക്കട്ടാണ്, മണ്ണുകട്ടല്ലേ, അതൊന്നും തൽബിയത്ത് ചൊല്ലിയിട്ടല്ലാതെ എന്ത് റസൂലുള്ളാഹി പറഞ്ഞു, എന്ത് ഹത്താ തൻഖതിഅ അൽ അർദു ഹാഉന വഹാഉന, ഭൂമി അങ്ങനെയൊക്കെ വിശാലമായി കിടക്കും. അപ്പൊ നമ്മൾ തൽബിയത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ഇടതും വലതും മുന്നിലും പിന്നിലുള്ള കല്ലുകളും മരങ്ങളും ചളിക്കട്ടകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തൽബിയത്ത് ചൊല്ലുന്നുണ്ട്. അതതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഈ ഒരു ബോധം നമുക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ ഇനി ഒരിക്കലും നമ്മുടെ ആയുസ്സിൽ കിട്ടാത്ത ഒരു ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കി ഈ തൽബിയത്ത് ചൊല്ലാൻ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ശ്രദ്ധ കാണിക്കണം, മടി കാണിക്കാതെ ചെയ്യണം. ഇനി അടുത്തൊരു കാര്യം, ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് ഹറാമാകുന്ന, നിഷിദ്ധമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു അനുവദനീയമായ കാര്യങ്ങൾ നിഷിദ്ധമാകുന്നു. ഒന്ന്, പുരുഷന്മാർ മഹീത്ത് ധരിക്കുക എന്നുള്ളതാണ്. മഹീത്ത് എന്ന് പറഞ്ഞാൽ തുന്നിയ വസ്ത്രം എന്നാണ്. തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. അപ്പോൾ തുന്നിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലുള്ളതാണ്? നമ്മൾ ധരിക്കുന്ന പുരുഷന് 2 വസ്ത്രമാണ്. ഞാൻ വസ്ത്രത്തിൻ്റെ അവിടെ അത് പറയും, ഒന്ന് പുതക്കാനും ഒന്ന് ഉടുക്കാനും. അതും തുന്നിയുണ്ടാക്കണതന്നെയല്ലേ. പക്ഷെ അതല്ല, ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ, ഉദാഹരണം ബനിയൻ, ഷർട്ട്, അല്ലെ, ജഡ്ഡി, അതുപോലുള്ള ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ വസ്ത്രം പുരുഷൻ ധരിക്കാൻ പാടില്ല. അത് പുരുഷൻ, അതാണ് മഹീത്ത്. അതാണ് അപ്പോൾ തുന്നിയത് പാടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ മനസ്സിലാക്കി തുന്നിയ ബെൽറ്റ് പറ്റൂല, ചെരുപ്പ് പറ്റൂല. അതൊന്നുമല്ല, വസ്ത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചെരുപ്പും ബെൽറ്റൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ തുന്നിയ സാധനം തന്നെയാണ്. പക്ഷെ അതൊക്കെ ധരിക്കാം. വസ്ത്രം ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് മാത്രമേ. പിന്നെ അതുപോലെ തന്നെ ഹദീസിൽ വറസ്, ജഅഫറാൻ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. വറസ് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ പോലെ മഞ്ഞ നിറത്തിലുള്ള ഒരു സുഗന്ധ ചെടിക്കാണ്. ജഅഫറാൻ എന്ന് പറഞ്ഞാൽ കുങ്കുമം, നമ്മൾ പറയാം കുങ്കുമച്ചെടി. ഇത് രണ്ടുമല്ല ഈ ഹദീസിൽ ഉദ്ദേശിച്ചത്, മറിച്ച് സുഗന്ധദ്രവ്യങ്ങളുള്ള വസ്തുക്കൾ എന്നാണ്. അഥവാ നമ്മുടെ വസ്ത്രം എന്തിനാൻ പാടില്ല, സുഗന്ധദ്രവ്യം ഉണ്ടാകാൻ പാടില്ല. സുഗന്ധദ്രവ്യങ്ങളില്ലാത്ത വസ്ത്രമാണ് ഇഹ്റാമിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുരുഷൻ അവൻ തല മറക്കാൻ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച പിന്നെ എന്ത് ചെയ്യുക, തൊപ്പി, തലീക്കെട്ട്, നല്ല വെയിലല്ലേ വിചാരിച്ച് തൊപ്പി, അതുകൊണ്ട് തല മറക്കാൻ പാടില്ല. അത് ശരിയിട്ട് തല മറക്കാൻ പാടില്ല എന്നോ, അത് കഴിഞ്ഞിട്ട് കുട പിടിക്കാൻ പാടില്ല എന്നാണോ? അല്ല, കുട പിടിക്കാം. ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ കുട പിടിക്കുക ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക്. അതുപോലെ തന്നെ നമ്മളെ ബറേൽവികളൊക്കെ വരുന്ന ആളുകൾ തുറന്ന ബസ്സിലാണ് വരിക. ബസ്സിൻ്റെ മേൽഭാഗം ഉണ്ടാവില്ല, കാരണം തല മറക്കാൻ പാടില്ല. ബസ് മേലെ തുറന്നിട്ട് മൂടിക്കലേ, അത് തല മറക്കലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ കാണാം. അതൊന്നുമല്ല, തല മറക്കരുത്. തലയിൽ നിൽക്കുന്ന തൊപ്പി, തലയിക്കെട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല എന്നാണ്. അതുപോലെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ നഖം, മുടി, അതുപോലുള്ള കാര്യങ്ങളൊന്നും നീക്കാൻ പാടില്ല. അതുപോലെ തന്നെ സുഗന്ധം വസ്ത്രത്തിൽ പുരട്ടാൻ പാടില്ല. എന്നാൽ പുരുഷന്മാർക്ക് ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർക്ക് ശരീരത്തിൽ പുരട്ടാം. എവിടെ ആകാൻ പാടില്ല, ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ പാടില്ല. എന്നാൽ സ്ത്രീകൾക്ക് എപ്പോഴും സുഗന്ധം പാടില്ല. അത് വസ്ത്രത്തിലാണ്. അവരുടെ വീട്ടിൽ അവരുടെ ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമേ സുഗന്ധം. അപ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഫഹിയ സാനിയ, അവൾ വേശ്യയാണ് എന്നാണ്. അതുകൊണ്ട് സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, സുഗന്ധദ്രവ്യം പൂശാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ വിവാഹാന്വേഷണം, അതുപോലെ തന്നെ വിവാഹവും നടത്തുക, അതുപോലെ തന്നെ ഭാര്യ-ഭർത്തൃ ബന്ധം, ഇങ്ങനെ തുടങ്ങി കാര്യങ്ങളൊക്കെ ഒന്നും ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നിഖാബ് ധരിക്കാൻ പാടില്ല ഇഹ്റാമിൽ പ്രവേശിച്ചു. നിഖാബ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാണാൻ അങ്ങനെ പിടിച്ച് കെട്ടുന്ന സാധനം അല്ലേ. റസൂലുള്ളാഹി പറഞ്ഞു, വലാ തൻതഖിബിൽ മർഅത്തുൽ മുഹ്രിമ വലാ തൽബസിൽ ഖുഫാസൈൻ. സ്ത്രീ നിഖാബ് ധരിക്കാൻ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീ നിഖാബ് ധരിക്കാൻ പാടില്ല, കയ്യുറ ധരിക്കാൻ പാടില്ല. അപ്പൊ നിഖാബ് ധരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ മുഖം മറക്കാൻ പറ്റുമോ? പറ്റുന്നതാണ്. കാരണം എന്താ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുകൂടെ അന്യപുരുഷന്മാർ കടന്നു പോകുമ്പോൾ ഞങ്ങൾ തലയിലുള്ള ആ തുണി മുഖത്തേക്ക് ഇങ്ങനെ താഴ്ത്തിയിടും. അപ്പം നിക്കാബല്ലാത്ത എന്തുകൊണ്ട് മുഖം മറക്കുന്ന ആളുകൾക്ക് മറക്കാം. നിക്കാബ് കാരണം ഇങ്ങനെ പിടിച്ച് കെട്ടുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ താടിലെ നമ്മൾ കെട്ടുണ്ടാവും. ഇതിങ്ങനെ പിടിച്ച് കെട്ടിയിട്ടുള്ള ആ നിക്കാബ് പറ്റൂല. എന്നാൽ അവർക്ക് മുഖം മറക്കാനല്ലോ ഒരു ഷാൾ എന്തെങ്കിലും മുഖത്ത് കൂടെ നമ്മൾ ഹറമിൽ വരുമ്പോൾ കാണാം. അങ്ങനെ മറക്കുന്ന സ്ത്രീകൾക്ക് മുഖം മറക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, മാസ്ക് രൂപത്തിലുള്ള
അങ്ങനെയുള്ള സാധനങ്ങൾ, അതോ മാസ്കൊക്കെ വെച്ച് മുഖം മറക്കാം, അതിനൊന്നും വിരോധമില്ല. പക്ഷേ നിഖാബും കൈയുറയും എന്ത് ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഹറം പ്രദേശത്തിന് കളങ്കം വരുത്തുന്ന യാതൊരു പ്രവൃത്തിയും അവിടുന്ന് ചെയ്യാൻ പാടില്ല. ജീവികളെ കൊല്ലുക, മരം മുറിക്കുക, തെറ്റായ കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ അനാവശ്യമായ സംസാരങ്ങൾ, അശ്ലീലമായ കാര്യങ്ങൾ പറയുക, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹറമിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് പറയാനോ ചെയ്യാനോ പാടില്ല. കാരണം എന്താ, ഹറം പ്രദേശത്ത് വെച്ച് ഒരു കുറ്റം ചെയ്താൽ, ഒരു തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ ഗൗരവമാണ്. അവിടെ വെച്ച് നന്മക്ക് പ്രതിഫലം അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതുപോലെ തന്നെ അവിടെ വെച്ചൊരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷയും എന്താണ്, ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് എങ്ങനെ, അഥവാ ഇഹ്റാമിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും. ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇഹ്റാമിൻ്റെ സുന്നത്തല്ല മീശ വെട്ടുക, നഖം മുറിക്കുക, കക്ഷരോമം കളയുക, ഗുഹ്യരോമം കളയുക എന്നുള്ളത് ഇഹ്റാമിൻ്റെ സുന്നത്തല്ല, ഇസ്ലാമിൻ്റെ സുന്നത്താണ്. 40 ദിവസം കൂടുമ്പോൾ അത് കളയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ കൂടാൻ പാടില്ല. എന്നാൽ സലഫി പണ്ഡിതന്മാർ, സലഫുകളായ ഇമാം നവവി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, എല്ലാ 15 ദിവസം കൂടുമ്പോഴും എന്ത് ചെയ്യണം, ഇങ്ങനെ നഖം വെട്ടുകയും കക്ഷരോമം കളയുകയും ഗുഹ്യരോമം കളയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പോകുന്നതിന് മുമ്പ് നേരത്തെ, അത് ഉംറക്ക് വേണ്ടിയല്ല, ഇഹ്റാമിന് വേണ്ടിയല്ല, ഒരു മനുഷ്യൻ നിലക്ക് ഇസ്ലാമിൻ്റെ സുന്നത്ത് എന്ന നിലക്ക് നേരത്തെ എന്ത് ചെയ്യുക, നഖം വെട്ടുക, മീശ വെട്ടുക, പുരുഷന്മാരാണെങ്കിൽ മീശ വെട്ടുക, കക്ഷരോമവും ഗുഹ്യരോമവും ഒക്കെ കളയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇഹ്റാമിന് വേണ്ടി എന്ത് ചെയ്യണം, കുളിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ചിട്ടുണ്ട്. പ്രവാചകൻ കുളിച്ചത് മീഖാത്തിൽ വെച്ചല്ല, പ്രവാചകന്റെ വീട്ടിൽ നിന്ന്, മദീനത്തെ വീട്ടിൽ നിന്നാണ് കുളിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉംറക്ക് പോവുകയാണ്, ഇഹ്റാം പ്രവേശിക്കുക, എയർപോർട്ടിൽ നിന്നാണ് പുരുഷന്മാർ വസ്ത്രം മാറ്റുക, സ്ത്രീകൾ വീട്ടിൽ നിന്ന് മാറ്റി പോരുക, ഫ്ലൈറ്റിൽ നിന്നാണ് ഇഹ്റാം. അപ്പോൾ ഇഹ്റാമിനുള്ള കുളി വീട്ടിൽ നിന്ന് കുളിച്ചു പോകണം. എയർപോർട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ഞാനിതാ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്ന് നിർബന്ധ കുളിക്കൂലേ, അതുപോലെ ആദ്യം ഒന്നുണ്ടാക്കുക, എന്നിട്ട് തലയിൽ 3 വെള്ളം ഒഴിക്കുക, പിന്നെ ശരീരത്തിൻ്റെ വലതു ഭാഗം, പിന്നെ ഇടതു ഭാഗം, അങ്ങനെ നിർബന്ധ കുളി, ജനാപത്തുകാരൻ കുളിക്കുന്ന കുളി, അതുപോലെ ഒന്നു ചെയ്ത് ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്തായ കുളിക്കുക, അത് സുന്നത്താണ്. അതുകൊണ്ട് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നുള്ളത് അത് സുന്നത്താണ്. എവിടുന്ന കുളിക്കേണ്ടത്, വീട്ടിൽ നിന്ന് കുളിച്ച് വരണം. പുരുഷന്മാരെന്ത് ചെയ്യേണ്ട, വസ്ത്രം മാറ്റേണ്ട. സ്ത്രീകൾ അവരെ ഇഹ്റാമിൻ്റെ വസ്ത്രം തന്നെ കുളിച്ച് മാറ്റിയാൽ പുറപ്പെടുമ്പോൾ തന്നെ ഇഹ്റാമിന് വേണ്ടിയുള്ള വസ്ത്രം ധരിക്കുക. പിന്നെ എയർപോർട്ടിലൊന്നും ഒരു വസ്ത്രം മാറ്റാൻ പറ്റില്ല, പുരുഷന്മാർക്കാണ് എയർപോർട്ടിൽ നിന്ന് വസ്ത്രം മാറ്റുക. ഇനി രണ്ടാമത്തത് വസ്ത്രം മാറുക, അല്ലെ, വസ്ത്രം, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക. പുരുഷന് 2 തുണിയാണ്, 2 തുണി, ഒന്ന് ഉടുക്കാനും മറ്റൊന്ന് പുതക്കാനും. 2 തുണി, വെള്ള തുണി, അല്ലേ, അത് പിന്നെ കട്ടിയുള്ളതും കനലില്ലാത്തതും അതുപോലെ തന്നെ വലിയ തുണി, നമുക്ക് സൗകര്യപ്പെട്ട തുണി വാങ്ങും, 2 തുണി. അത് നമ്മൾ പുരുഷന്മാർ ഇഹ്റാമിൻ്റെ വസ്ത്രം മാറുക എയർപോർട്ടിൽ നിന്നാണ്. നമ്മൾ ചെന്ന് ബോഡി പാസ്സൊക്കെ എടുത്ത് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ബാത്റൂമും നിസ്കരിക്കാൻ, അവിടെ എയർപോർട്ടിൽ നിസ്കരിക്കാനുള്ള സ്ഥലം, അതിൻ്റെ അടുത്ത് ബാത്റൂമും ഒന്നും ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ വെച്ചാണ് പുരുഷന്മാർ എന്ത് ചെയ്യുക, ഇഹ്റാമിൻ്റെ വസ്ത്രം മാറ്റുക. അതുകൊണ്ട് ഇഹ്റാമിൻ്റെ വസ്ത്രം ലഗേജിലിടരുത്, ഹാൻഡ് ബാഗിൽ കയ്യിലാണ് പിടിക്കേണ്ടത് പുരുഷന്മാർ. കാരണം എയർപോർട്ടിൽ നിന്ന് എന്ത് ചെയ്യണ്ടേ, മാറ്റണ്ട്. സ്ത്രീകൾ എന്ത് ചെയ്യുക, അവർ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന്. ഇനി സ്ത്രീകളുടെ ഇഹ്റാമിൻ്റെ വസ്ത്രം എന്താ, സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു വസ്ത്രമല്ല, ആകർഷണീയമല്ലാത്ത, മറ്റുള്ളവരെ ആകർഷണീയമല്ലാത്ത ഏത് പർദ്ദയും ധരിക്കൽ അനുവദനീയമാണ്. പക്ഷേ കറുപ്പാകലാണ് അഫ്ളൽ. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറുപ്പിന് പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. സ്വഹാബ വനിതകൾ അതിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. കാരണം കറുപ്പ് ആകർഷണീയത ഇല്ലാത്ത വസ്ത്രമാണ്. അതുകൊണ്ട് ആകർഷണീയത ഇല്ലാത്ത, അതുപോലെ തന്നെ സ്ത്രീ മറക്കൽ നിർബന്ധമായ, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം, നിഖാബ് ധരിക്കാതെ, കയ്യുറ ധരിക്കാതെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് സ്ത്രീയുടെ വസ്ത്രം. അപ്പോൾ സ്ത്രീക്ക് ഏത് വസ്ത്രവും ധരിക്കാം, പക്ഷെ ആകർഷണീയത ഇല്ലാത്ത വസ്ത്രമാണ് അവിടെ ധരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇഹ്റാമിന് വേണ്ടി ഒരു സുന്നത്ത് നിസ്കാരം, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ കാണാം, അവിടെ ആളുകളൊക്കെ വസ്ത്രം മാറ്റിപ്പോയി 2 റക്അത്ത്, മൗലവിമാരിങ്ങനെ അമീർമാരെ വിളിച്ചിട്ട് പോയി നിസ്കരിച്ച് വരുന്നൊക്കെ പറയും, പെണ്ണുങ്ങളൊക്കെ വിളിച്ചു. അവിടെ ഇഹ്റാമിന് വേണ്ടി ഒരു സുന്നത്ത് നിസ്കാരമില്ല, ഇഹ്റാമിന് വേണ്ടി സുന്നത്ത് നിസ്കാരമില്ല. ഇനി ഇഹ്റാമിൽ നമ്മൾ പ്രവേശിക്കുന്നത് ഏതെങ്കിലും മീഖാത്തിൽ വെച്ചാണെങ്കിൽ, ഇപ്പം നമ്മൾ വരുമ്പോൾ മദീനത്ത് നിന്ന് വരുമ്പോൾ ഒക്കെ ദുല്ലില്ലേ, അവിടെ ഒരു പള്ളി ഉണ്ടാവും, അപ്പോൾ പള്ളിയിൽ കയറുമ്പോൾ തഹിയ്യത്ത് നിസ്കരിക്കാം, ഒളൂഇൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാന്നല്ലാതെ ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരു സുന്നത്ത് നിസ്കാരം ഇല്ല. അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു സുന്നത്ത് നമസ്കാരം ഇഹ്റാമിന് വേണ്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ
മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ പള്ളി ഉണ്ടെങ്കിൽ തഹയ്യത്ത് നിസ്കരിക്കാൻ ഒന്നു ചെയ്യാനും അങ്ങനെ കുളിച്ചു നമ്മൾ കുളി കഴിഞ്ഞു വസ്ത്രം മാറിയല്ലേ. ഇനി ഉംറയുടെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒന്നു എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നു എടുത്താൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചോ? ഇല്ല. കിബിലക്ക് നേരെ തിരിഞ്ഞ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചോ? ഇല്ല. മറിച്ച് ഇന്നതുപോലെ തന്നെ ഉംറയിലേക്ക് പ്രവേശിക്കണമെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്തു വന്ന് മീഖാത്തിന്റെ അവിടെ എത്തിയാൽ അല്ലെങ്കിൽ മീഖാത്തിനോട് എത്തുന്ന സമയമായാൽ നമ്മൾ എന്ത് ചെയ്യും? ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, നിങ്ങളുടെ പുസ്തകത്തിലുണ്ടാവും, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് പറയണമെന്നാണ്. അള്ളാഹുവേ, ഉംറക്കായി നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വരുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. അത് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് റെഡിയാണ്. എപ്പോഴാണ് നമ്മളിത് പറയേണ്ടത്? മീഖാത്തിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ മീഖാത്തിനോട് എത്തുമ്പോൾ. ഫ്ലൈറ്റിലാകുമ്പോൾ നമ്മൾ മീഖാത്തിന്റെ സ്ഥലമല്ല, ഫ്ലൈറ്റ് ഇങ്ങനെ മീഖാത്തിനോട് അടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക? ഏകദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിദ്ദയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ്. ഇപ്പോൾ രാത്രി നമ്മുടെ യാത്ര, ഫ്ലൈറ്റ് നമുക്ക് പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. 9:50 ഫ്ലൈറ്റാണ് ഇൻഡിഗോ. രാത്രി 1:30 അവിടെ സൗദി ടൈമിൽ അവിടെ ഇറങ്ങുക. അപ്പോൾ സ്വാഭാവിക നല്ല ഉറക്കമായിരിക്കും അല്ലേ? ഉറക്കത്തിൻ്റെ സമയമായിരിക്കും. ചിലപ്പോൾ ഉറങ്ങിപ്പോകാൻ ഞാനും ഉറങ്ങാം, നിങ്ങളൊക്കെ ഉറങ്ങാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഓർമ്മ വെച്ചു. ഇനി ഒരാൾ ഉറങ്ങിപ്പോകും, ഫ്ലൈറ്റ് കയറി നമ്മൾ ഇന്ത്യക്ക് വിട്ട് ആബാദ് ഉറങ്ങിപ്പോകും എന്ന് വിചാരിക്കുക. എങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കണം ഉറങ്ങാം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. കാരണം കടന്നു പോകുമെന്നറിയില്ല, കടന്നു പോകുന്നതിന് മുമ്പ് ചെയ്യും വേണം. ഒരാൾ അങ്ങനെ ആണെങ്കിൽ, അങ്ങനെ കാത്ത് പ്രതീക്ഷിച്ചിങ്ങനെ ഇരുന്ന് ഉറക്കം വരിക എങ്കിൽ അയാൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ്, കാരണം എന്താ? നമ്മൾ രാജ്യം വിട്ടുപോയി വേറെ രാജ്യങ്ങളിലൂടെ കടന്ന് ഇഹ്റാമിന്റെ ഭാഗത്തേക്ക് പോകണം. അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാം? ഒരാൾക്ക് ചെയ്യാവുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചോദ്യം ഉണ്ടാവും, മറ്റൊരു കാര്യം ഉണ്ടാവും. അപ്പം നിയ്യത്ത് വേണ്ടേ അല്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്ത് എന്നുള്ളത് നിയ്യത്തല്ല. തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നിയ്യത്ത അല്ല. എന്നതുപോലെ അപ്പം നിയ്യത്ത് വേണ്ടേ? നിയ്യത്ത് വേണം. നിയ്യത്ത് എന്താ? നിയ്യത്ത് മഹല്ലുഹ അൽ ഖൽബ്, ഹൃദയത്തിലാണ് നിയ്യത്തിനുള്ള സ്ഥാനം. എന്താ? ഞാൻ ഉംറക്ക് പുറപ്പെടുകയാണെന്ന വിചാരം. നമ്മൾ കുളിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഉംറക്ക് വേണ്ടി കുളിക്കാൻ നിയ്യത്ത് വെച്ചില്ലേ അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഉംറക്ക് വേണ്ടി പുറപ്പെടുക, യാത്ര പുറപ്പെടുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയിട്ട് വണ്ടി കയറുമ്പോൾ തന്നെ ഉംറക്ക് വേണ്ടി പുറപ്പെടാൻ മനസ്സിൽ നിയ്യത്തില്ലേ? അതിന്റെ നിയ്യത്ത് അല്ലേ? അപ്പൊ നിയ്യത്ത് എവിടെ ഉണ്ടാകേണ്ടത്? മനസ്സിൽ. അത് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ ഉംറക്ക് വേണ്ടി പുറപ്പെടുകയാണ്, ഉംറ നിർവഹിക്കാൻ പുറപ്പെടുകയാണ് എന്ന നിയ്യത്തോടു കൂടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഉംറക്ക് വേണ്ടിയില്ല കുളിക്കുന്നത്. അതുകൊണ്ടാണ് നിയ്യത്ത് എന്തില്ല? ഈ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞത് നിയ്യത്തല്ല. ആരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അത് നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ പറയുന്നത് പോലെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാചകം മാത്രമാണ് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയുന്നത് എന്നതാണ്. അപ്പൊ ഈ വാക്ക് എപ്പോഴാണ് പറയേണ്ടത്? മീഖാത്തിൽ വെച്ച്. മീഖാത്തിൽ വെച്ച് എവിടെ വെച്ചും പറയാം. മീഖാത്തിന്റെ പരിധിയിൽ എവിടെ വെച്ചും ഇത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് നിന്ന് പുറപ്പെട്ടു. മദീനത്ത് നിന്ന് വീട്ടിൽ നിന്ന് കുളിച്ചു പോന്നു. ഈ ദുലുൽ ഹുലൈഫ എന്ന് പറയുന്ന മീഖാത്തിലെത്തി. നബി അവിടെ ഇറങ്ങി. അത് വാദിൻ മുബാറക്ക്, ഒരു അനുഗ്രഹീതമായ താഴ്വരയായതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രത്യേക ഓർഡർ ഫസല്ലി ബിഹാ, നീ അവിടെ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുന്നു പറഞ്ഞു. റസൂൽ നിസ്കരിച്ചു 2 റക്അത്ത്. അത് ദുലുൽ ഹുലൈഫക്ക് മാത്രമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മദീനത്ത് നിന്ന് വരുമ്പോൾ പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകപ്പുറത്ത് കയറി. എന്നിട്ട് ഒട്ടകത്തെ കിബിലക്ക് അഭിമുഖമായി നിർത്തി വാഹനപ്പുറത്തിരുന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലൈറ്റിലായതുകൊണ്ട് ഇത് പറ്റൂല. മദീനത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ സുന്നത്ത് എടുക്കാൻ പറ്റുമോ? നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക. പള്ളിയിലൊക്കെ ഇറങ്ങി ഡ്രസ്സൊക്കെ മാറ്റി വന്നാൽ വാഹനത്തിലാണ് നമ്മൾ മദീനത്ത് നിന്ന് മക്കത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കാറുള്ളത്. നമ്മളെ റമദാനിലെ ഉംറ, 2ാമത്തെ ഉംറ നിർവഹിക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നാണ് ജിദ്ദയിലെത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഫ്ലൈറ്റിൽ വെച്ച് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിക്കണം. അങ്ങനെ നമ്മൾ ജിദ്ദയിലെത്തി. ഇനി എയർപോർട്ടിൽ വിമാനം ഇറങ്ങി ജിദ്ദയിലെത്തിയ നേരെ നമ്മൾ അവിടെ ബസ്സൊക്കെ വരും. അവിടുത്തെ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ റൂമിലേക്ക് ചെല്ലും. അവിടെ റൂമിനവിടെ ചെന്ന് റൂമിലിറങ്ങും. റൂമൊക്കെ കിട്ടും. നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഫ്രഷായി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉംറക്ക് ഇറങ്ങുള്ളൂ. അവിടെ റൂമിലേക്ക് പോകും. അവിടെ ഭക്ഷണം നമ്മൾ പോകുമ്പോൾ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിക്കും. അവിടെ ആ സമയമൊക്കെ പറയും. അങ്ങനെയാണ്. എന്നാൽ ആ ഹറമിലേക്ക് പോകുന്നത് വരെ അത് റൂമിലെത്തി. റൂമിൽ ലഗേജും സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പിന്നെ അവിടെ നിന്നൊക്കെ ഒന്നു ചെയ്ത് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹറമിലേക്ക് പുറപ്പെടുക, ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുക. ഹറമിൽ എത്തുന്നത് വരെ ഞാൻ നേരത്തെ പറഞ്ഞ തൽബിയത്ത് ചൊല്ലണം. കഅബ കാണുന്നത് വരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പ് റൂമിൽ വെച്ച് നമ്മൾ ഒളു ചെയ്യണം. അതുപോലെ തന്നെ ഒളു എടുക്കണം. കാരണം എന്താ? തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം.
ആ നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നു വേണം അല്ലേ അല്ലേ. അതുപോലെ തന്നെ ഹറമിൻ്റെ പരിസരത്തൊക്കെ ത്വാഫ് ചെയ്യുന്നിടത്തൊക്കെ ഒന്ന് ഒന്നുണ്ടാക്കാൻ സംവിധാനമുണ്ട്, പക്ഷെ ബാത്റൂം പോകാൻ സംവിധാനമല്ല, അത് പുറത്തേക്ക് തന്നെ വേണം. അതുകൊണ്ട് റൂമിൽ തന്നെ ഒന്നുണ്ടാക്കിയാണ്. പലപ്പോഴും പല ആളുകളും പലപ്പോഴും ഉണ്ടാകണേ എല്ലാവരും ഒന്നുണ്ടാക്കി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരാൾ ഞാൻ മറന്നു പറയും അപ്പം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 25-30 ആളുണ്ടാവും. ഒരാൾ വൈകിയാൽ ഈ 30 ആളുകളുടെയും സമയം നഷ്ടപ്പെടുന്നു, ഒരാളുടെ സമയമല്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇപ്പം തന്നെ പറയണമെന്ന് വെച്ചാൽ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷേ അത് അവിടെ നിന്നൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് റൂമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, ഒന്നു ചെയ്ത് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത് അല്ലേ. ഇനി നമ്മൾ ഉംറ കഴിഞ്ഞ് ത്വാഫിനിറങ്ങും. അപ്പോൾ ഒന്നു ചെയ്ത് ഇറങ്ങണം. അതിലൊരു ഫിഖിഹിയായ മസ്അലയാണ് നമ്മൾ പഠിക്കേണ്ട കാര്യമല്ല, ത്വാഫിന് ഒന്നു നിർബന്ധമാണോ അല്ലേ എന്നുള്ളത്. ത്വാഫിന് ഒന്നു നിർബന്ധമല്ല എന്നാണ് ശരിയായ മസ്അല അനുസരിച്ച് സുന്നത്ത് മുഅക്കദാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഫിന് വേണ്ടി ഒന്നു ചെയ്തു എന്നുണ്ട്, ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടില്ല. നിസ്കാരത്തിന് വേണ്ടി ഒന്നു ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒന്നു ഉണ്ടാക്കാത്ത ആൾക്ക് നിസ്കാരമല്ല എന്നൊക്കെ ഹദീസുണ്ട്. പക്ഷെ ത്വാഫിനെ കുറിച്ച് അങ്ങനെയല്ല. ഒരാളിങ്ങനെ ത്വാഫ് ചെയ്യുമ്പോഴാണെന്ന് ഒന്നു നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അയാൾക്ക് ത്വാഫ് പൂർത്തിയാക്കാം. പക്ഷേ ത്വാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരമല്ലേ, അതിനെന്ത് ചെയ്യണം, ഒന്നുവാണ്. അതുകൊണ്ട് ത്വാഫ് ചെയ്യുമ്പോൾ ഒന്നു ഉണ്ടായാലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണം, ത്വാഫ് കഴിഞ്ഞ് പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ഹറമിലേക്ക് പോകണം. ഹറമിലേക്ക് ചെല്ലുമ്പോൾ പള്ളിയിലേക്ക് ചെല്ലണം. മസ്ജിദുൽ കഅബ, മസ്ജിദുൽ ഹറം, ഹറമിലേക്ക് ചെല്ലണം. കഅബ കാണുന്നത് വരെ തൽബിയത്ത് ചൊല്ലണം. പള്ളി കയറുമ്പോഴേ നമ്മുടെ നാട്ടിൽ പള്ളി കയറുമ്പോൾ എന്താ സുന്നത്ത്, അതിൻ്റെ അവിടെ സുന്നത്തുള്ളൂ. മക്കയുടെ മദീനയെന്ന് വിചാരിച്ചാൽ അവിടെ പ്രത്യേക സുന്നത്തൊന്നുമില്ല. എന്താണ്, പള്ളി കയറുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, വലത് കാല് വെച്ച് കയറുക. ഇത് തന്നെയാണ് സുന്നത്ത്. ഹറമിൻ്റെ പള്ളി കയറുമ്പോഴും തന്നെ സുന്നത്ത്. അപ്പോൾ പള്ളി കയറുമ്പോൾ, നാട്ടിലെ പള്ളി കയറുമ്പോൾ സുന്നത്ത് എന്താ, ദിക്ർ ചൊല്ലുക, പ്രാർത്ഥന ചൊല്ലുക, അതുപോലെ തന്നെ വലത് കാല് വെച്ച് കയറുക. ഇത് തന്നെയാണ് എന്ത് ചെയ്യാണ്, മക്കത്തും മദീനത്തും പ്രത്യേക പ്രാർത്ഥനകളൊന്നുമില്ല. ഇനി നമ്മൾ ചെല്ലുന്ന സമയത്ത് ഫർള് നമസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ അവിടുത്തെ ഫർള് നമസ്കാരത്തിലെ ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കണം. ഇനി ജമാഅത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ മത്താഫിലേക്ക്, അഥവാ ത്വാഫ് ചെയ്യുന്ന സ്ഥലം, കഅബയ്ക്ക് ചുറ്റുമുള്ള ത്വാഫ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നാണ്. ഇനി നമുക്ക് നമസ്കരിക്കാനല്ല, നമ്മൾ നമസ്കരിക്കാനില്ല, നമ്മൾ നമസ്കരിച്ചവരാണ്. എന്നാൽ അവിടെ നമസ്കാരത്തിൻ്റെ സമയവുമല്ല എങ്കിൽ തഹയ്യത്ത് നമസ്കരിക്കണമോ? പള്ളി കയറുമ്പോൾ തഹയ്യത്ത് നിസ്കാരമല്ലേ, ഇവിടെ എന്നാ പള്ളിയാണ്. പക്ഷേ തഹയ്യത്ത് നിസ്കരിക്കണമോ? വേണ്ട. എന്തേ കാരണം? നമ്മൾ ഇഹ്റാമിലാണ് പോകുന്നത്, ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇഹ്റാമിൽ പോകുന്ന ആള് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ത്വാഫാണ്. ഇനി അപ്പോൾ തഹയ്യത്ത് നിസ്കരിക്കേണ്ടത് വെച്ച് മനസ്സിലാക്കുക, തെറ്റിദ്ധരിക്കരുത്. ഇനി നമ്മളെപ്പോൾ ആദ്യം പോകുമ്പോഴേ തഹയ്യത്ത് വേണ്ടത്തുള്ളൂ. പിന്നെ എപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പള്ളിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? പള്ളി കയറിയാൽ തഹയ്യത്ത് നിസ്കരിക്കണം. ഇത് ഉംറക്ക് വേണ്ടി ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ പോകുന്നത് കൊണ്ടാണ് തഹയ്യത്ത് വേണ്ടാന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ഇഹ്റാമിലാണ് പോകുന്നത്. ഇഹ്റാമിൽ പോകുന്ന ആൾ ആദ്യം തുടങ്ങേണ്ടത് ത്വാഫ് കൊണ്ടാണ്. എന്നാൽ ഫർള് നമസ്കാരം നടക്കുകയാണോ, ആ ജമാഅത്തിൽ പങ്കെടുക്കണം. നമുക്ക് ഫർള് നമസ്കരിക്കാനുള്ള ഏതെങ്കിലും വ്യക്തി നമ്മൾ നിസ്കരിച്ചിട്ടില്ല, എന്നാൽ അവിടെ ചെന്നാൽ അത് നിസ്കരിക്കണം. എന്നിട്ടാണ് പിന്നെ ത്വാഫും ഉംറയൊക്കെ തുടങ്ങേണ്ടത്. അത് വിഷയമാണ് അല്ലേ. അതുകൊണ്ട് നിസ്കരിക്കേണ്ട, അതാണ് ഇഹ്റാമിൽ പോകുന്ന ആൾക്കല്ല. ഇനി പിന്നെ എപ്പോൾ പള്ളിയിൽ പോലും അങ്ങനെ നമ്മൾ മത്താഫിലെത്തി കഅബ കാണുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? തൽബിയത്ത് ചൊല്ലൽ നിർത്തണം. പിന്നെ നമ്മൾ കഅബൻ്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലേ, കഅബൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കഅബ കാണുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? തവാഫ് നിർത്തണം. ഇനി കഅബ കാണുമ്പോൾ അല്ലെങ്കിൽ കഅബയിലേക്ക് ചെന്നാൽ പ്രത്യേകം പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് തന്ന പുസ്തകത്തിലൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ട്. അത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അല്ലാഹുമ്മ അൻതസ്സലാം, നമ്മളിങ്ങനെ ചിലപ്പോൾ കഅബ കാണുമ്പോഴേ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം. ഈ പ്രാർത്ഥന ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് ചെയ്തു എന്നുള്ളത് ഏകകണ്ഠമായി ഇജ്മാഅോടുകൂടി സ്ഥിരപ്പെട്ടു വന്നതുകൊണ്ട് നമുക്കും ചെയ്യാം. ഒരാൾ അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, നമുക്ക് അറിയിച്ച് പ്രാർത്ഥിക്കാം, പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഇനിയോ അല്ലാതെ പ്രത്യേകം ഒരാൾ പ്രാർത്ഥിച്ചില്ലേ, കുഴപ്പമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ കണ്ടപ്പോൾ ഒന്നും പ്രാർത്ഥിച്ചില്ല, പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തു എന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാമെന്നാണ്. ഇനി കഅബൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിക്കൊണ്ട് നമ്മൾ എത്തുന്നത്, ഇപ്പോൾ ഇത് നിങ്ങൾ കഅബയാണെന്ന് സങ്കല്പിക്കുക. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ മേശ കൊടുക്കും, നമ്മൾ വരുന്നത് ഈ ഭാഗത്ത് നിന്നാണ്, നമ്മുടെ റൂമിൽ ഈ ഭാഗം ഇത് റുക്കുനുൽ യമാനി എന്ന് പറയും. റുക്കുനുൽ യമാനി ഈ ഭാഗത്തേക്കാണ് നമ്മൾ ഇങ്ങനെ നടന്നു വരിക. ഇവിടെയാണ് ഗേറ്റ് സ്റ്റെപ്പ് ഉള്ളത്. ഈ റുക്കുനുൽ യമാനിൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് നടന്നു വരിക. പിന്നെ ഇങ്ങനെ നടന്നു വന്നാൽ ഇവിടെയാണ് ഹജറുൽ അസ്വദ്. ഈ ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്നാണ് ത്വാഫ് തുടങ്ങേണ്ടത്. ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ത്വാഫ് തുടങ്ങേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദിനെ തിരിച്ചറിയാനുള്ള അടയാളം,
അത് നമ്മളൊക്കെ പോയി പരിചയമുള്ള പോകാത്ത ആദ്യം കൂടെ ആളുകളുണ്ട്. ഹജറുൽ അസ്വദിനെ തിരിച്ചറിയാനുള്ള ആളെയാണ്. ഒന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ വലത് ഭാഗത്ത് പച്ച ലൈറ്റ് എത്തിയിട്ടുണ്ടാവും. പച്ച ലൈറ്റ് ഇങ്ങനെ ണ്ടാവും. അപ്പൊ ആ ലൈറ്റ് അവിടെ അതിന്റെ നേരെ ഹജറുൽ അസ്വദ് ഉണ്ടാവുള്ളൂ. ആണ് ഒന്ന് ഒരടയാളം. നിങ്ങൾക്ക് ഹജറുൽ അസ്വദ് തിരിച്ചറിയാം. ഞാൻ പറഞ്ഞോളൂ, നമ്മൾ ഒറ്റക്കാണ്, വേറെ ആരും കൂടല്ല. അതുകൊണ്ട് നമ്മളെ ഹജറുൽ അസ്വദ് തിരക്കുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? ഒന്നുമില്ലെങ്കിൽ വലത്തോട്ട് വെക്കുക. അപ്പൊ ഇങ്ങനെ ഇവിടെ സൈഡിൽ പച്ച ലൈറ്റുകൾ ഇങ്ങനെ കത്തുണ്ടാവും. മേലക്കും ഇങ്ങനെ ആ പച്ച ലൈറ്റ് അതിന്റെ നേരെ ആയിരിക്കും. രണ്ടാമത് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പിന്നെ നമസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയത്തൊക്കെ ഹജറുൽ അസ്വദിന്റെ അവിടെ ഒരു പോലീസുകാരൻ ഒരു കൈ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അല്ലെ, കണ്ടില്ല? വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുള്ളേ അല്ലെ? ഒരു പോലീസുകാരൻ എപ്പോഴും ഉണ്ടാവും. അപ്പൊ കാബിന്റെ മൂലക്ക് ഏത് മൂല പൊക്കിയാലും ഒരു പോലീസുകാരനെ കാണുന്ന മൂല ഏതാ നോക്കുക, അത് തന്നെയാണ് ഹജറുൽ അസ്വദ്. മൂന്നാമത്തെ അടയാളം ഇത് നിങ്ങൾക്ക് ഹജറുൽ അസ്വദിന്റെ മൂല ഏതാണെന്ന് തിരിച്ചറിയാനുള്ള. മൂന്നാമത്തത് കാബിന്റെ മേലെ ഒരു കില്ലുണ്ടല്ലോ, തൂക്കിയിട്ട കില്ല. ആ കില്ലയിൽ ബാക്കിയുള്ള മൂലയിൽ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്. അല്ലാഹു അക്ബർ എന്ന സ്വർണ്ണ ലിപിയിൽ മേലെന്ന് താഴോട്ട് അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ആ ഹജറുൽ അസ്വദിന്റെ മൂലയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ മൂല. അപ്പൊ അതാണ് ഹജറുൽ അസ്വദിന്റെ മൂല, അത് മനസ്സിലാക്കുക അല്ലെ? ഇനി ആ ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തിയ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും ഒറ്റക്കാണ്, കൂടെ ആരുമില്ല, അമീറില്ല, കുടുംബമില്ല, ഒറ്റക്കാണ്. അപ്പൊ മത്താഫിലേക്ക് ഇറങ്ങി കഅബ കണ്ടു, കഅബന്റെ ഹജറുൽ അസ്വദിന്റെ മൂല തിരിച്ചറിഞ്ഞു. അവിടെ ചെന്നാൽ പുരുഷന്മാരാദ്യം ചെയ്യേണ്ട പണി, പുരുഷന്മാരാദ്യം ചെയ്യേണ്ട അവിടെ ചെന്നുള്ള ഒരു പണി എന്താണെന്നറിയോ? ഇൽത്തിബാഅ് ചെയ്യുക എന്നാണ്. ഇൽത്തിബാഅ് അറബിയിൽ പറയാം. ഇൽത്തിബാഅ് പറഞ്ഞാൽ കക്ഷത്തിലാക്കുക എന്നുള്ളത്. നമ്മളൊരു തുണി ഇങ്ങനെ പുതച്ചിട്ടുണ്ട് അല്ലെ? ഇത് നമ്മള് പലപ്പോഴും എയർപോർട്ടിൽ തന്നെ ആളുകളാണ് ഇങ്ങനെ കക്ഷത്തിലാക്കിയിട്ട് റൂമൊന്നും എയർപോർട്ടിൽ ഒന്നും വേണ്ട. ഹറമുക്ക് പോകുമ്പോൾ കാബണം. ഹജറുൽ അസ്വദിന്റെ മൂലന്റെ അവിടെ എത്തിയാൽ അവിടെ വെച്ചുകൊണ്ടാണ് വലത് കൈയിന്റെ കക്ഷത്തിലൂടെ, നമ്മളെ തോളിട്ട തുണിയില്ലേ, അത് വലത് കൈയിന്റെ കക്ഷത്തിലൂടെ ഇങ്ങനെ എടുത്തിട്ട് പുറത്ത് ഇങ്ങനെ ഇടത്തോട്ടിടുക. എന്നിട്ട് ഈ കക്ഷം എന്ത് ചെയ്യുക? വെളിവാക്കുക. അതിനാണ് ഇൽത്തിബാഅ് എന്ന് പറയാം. എന്താ പറയാ അറബിയിൽ? ഇൽത്തിബാഅ്, കക്ഷത്തിലാക്കുക എന്ന്. ഇത് ചെയ്യേണ്ടത് എവിടുന്ന? റൂമിൽ നിന്നല്ല, എയർപോർട്ടിൽ നിന്ന് വസ്ത്രം മാറിയപ്പോഴല്ല, മറിച്ച് എവിടുന്ന? ഹജറുൽ അസ്വദിന്റെ മൂലന്റെ അവിടെ എത്തുമ്പോഴാണ്. മനസ്സിലാക്കണം. അപ്പൊ അവിടുന്നാണ് അത് ചെയ്യേണ്ടത്, നേരത്തെ ചെയ്യേണ്ട. അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹജറുൽ അസ്വദിനോട് എത്താറാകുമ്പോൾ ഈ കൈ ഒന്ന് ഇങ്ങനെ ഉള്ളിക്കൂടെ പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് ഈ കക്ഷ ഇങ്ങനെ കാണിക്കുക. എന്താണ് ഇത്? ഹജറുൽ അസ്വദിന്റെ അടുത്ത് ഇതിനൊരു ചരിത്രമുണ്ട് അല്ലെ? നമ്മളൊക്കെ അറിയണം, ഒരുപാട് കേട്ടതാണ്. നമ്മളെ തോളും മസിലൊക്കെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. മദീനയിലെ ക്ലൈമറ്റ് ഇപ്പോഴും മോശമാണ്. അവിടെ ചിലപ്പോൾ എന്തായാലും ക്ലൈമറ്റ് മാറ്റണ്ടാവും, അവിടുത്തെ അന്തരീക്ഷം. അങ്ങനെ നബിക്കും സ്വഹാബത്തിനൊക്കെ പനി പിടിച്ചു, ആകെ ക്ഷീണിച്ചു, അവശരായി. അങ്ങനെ ഒരു പിന്നെ മക്കയിലേക്ക് വരികയാണ്, ഹജ്ജിന് വരികയാണ്, ഉംറക്ക് വരികയാണ്. ആ സമയത്ത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകൾ പറഞ്ഞു, മുഹമ്മദും കൂട്ടരൊക്കെ വളരെ ക്ഷീണിതരാണ്, ഓർക്കൊന്നും വയ്യ, ആകെ പനി പിടിച്ചു ആകെ. അപ്പോൾ ഞങ്ങൾ ക്ഷീണിതരൊന്നല്ല, ആരോഗ്യവാന്മാരാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇൽത്തിബാഅ്. ഈ കക്ഷവും മസിലൊക്കെ ഒരു കാണണം അല്ലേ, ഞങ്ങൾക്ക് ഉഷാറാണ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത്. അതിന് അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട്. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇനി ഈ കക്ഷത്തിലാക്കി വിടുന്നത് ഹജറുൽ അസ്വദിന്റെ അവിടുന്ന്. ഇനി 7 തവാഫ് 7 ചുറ്റലാണ്. 7 ചുറ്റി എപ്പോഴാണോ അവസാനിക്കുന്നത് ഹജറുൽ അസ്വദിന്റെ അവിടെ എത്തുന്നത്, അവിടെ എത്തുമ്പോൾ അപ്പം എടുത്ത് മേൽക്കൂടും വേണം. പിന്നെ സഅയ് ചെയ്യാൻ പോകുമ്പോഴൊന്നും ഇത് വേണ്ട. അത് പൂർത്തിയായാൽ, തവാഫ് പൂർത്തിയായാൽ അപ്പോൾ തന്നെ തുണി എടുത്ത് എന്ത് ചെയ്യുക? പുതക്കുക. അപ്പം പിന്നെ കക്ഷം ഒഴിവാക്കുക. അപ്പം 7 ചുറ്റി എപ്പോൾ പൂർത്തിയാകുന്നോ അപ്പം അവസാനിപ്പിക്കുക. ഇനി അപ്പം ഹജറുൽ അസ്വദിന്റെ അവിടേക്ക് എത്തി, തവാഫ് തുടങ്ങണില്ല. നേരെ ശ്രദ്ധിച്ചോളി, നമ്മൾ ഒറ്റക്കാണ്. തവാഫ് തുടങ്ങണം. ഇൽത്തിബാഅ് ചെയ്തു, ആണുങ്ങൾ പുരുഷന്മാരെ ഇൽത്തിബാഅ് ചെയ്തു. ഇനി നമ്മൾ ഇൽത്തിബാഅ് ചെയ്ത ഇതാണ് ഹജറുൽ അസ്വദിന്റെ മൂല എന്ന് വിചാരിക്കാം. ഈ മൂലന്റെ നേരെ നമ്മൾ തിരിഞ്ഞു നിൽക്കുക. ഹജറുൽ അസ്വദിന്റെ നേരക്ക് തിരിഞ്ഞിരിക്കുക, ആ മൂലക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബക്ക് നേരെ തിരിഞ്ഞു നിന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിന്റെ അടുത്ത് ചെന്നു. ആ ഹജറുൽ അസ്വദിനെ ചുംബിച്ചു. പ്രവാചകൻ കൈകൊണ്ട് തൊട്ടു, ചുംബിച്ചു, വടികൊണ്ട് തൊട്ടു. ഇതൊക്കെ ഹദീസിലുണ്ട്. നമുക്ക് ഇന്ന് ചെല്ലുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റൂല, അതിൻ്റെ അടുക്കാനേ പറ്റൂല. കാരണം നമ്മൾ ആദ്യമായിട്ട് ഉംറക്ക് ചെല്ലണം. 1, 2 അവിടെയൊക്കെ ഹജറുൽ അസ്വദിനെ തിരക്കിയിട്ട് ആളുകളായിരിക്കും, തിരക്കുണ്ടാവും. നമ്മൾ സുബീൻ്റെ സമയത്താണ്, വെള്ളിയാഴ്ച രാവിലെ സുബീൻ്റെ സമയത്ത് നമ്മൾ ഉംറ, അതുകൊണ്ട് അപ്പം പ്രത്യേകിച്ച് തിരക്കുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ നേരെ തിരിയുക, എന്നിട്ട് വലത്തെ കൈ ഉയർത്തുക. വലത്തെ കൈ എന്നിട്ട് ആ കൈ ഏതുവരെ ഇങ്ങനെ തലൻ്റെ മേലെ ഒന്നും ഉയർത്തണ്ട. നമസ്കാരത്തിൽ ചില ആൾ അല്ലാഹു അക്ബർ എന്ന് ഇങ്ങനെ ഇട്ടു, പറ്റില്ല. ഇതുവരെ ചുമല്, ഇതാണ് നമ്മുടെ ചുമല്. ഈ ചുമലിന് നേരെ ഉയർത്തണം. എങ്ങനെ ഉയർത്തേണ്ടത്? ഉള്ളം കൈ പരത്തി പിടിക്കണം, വിരലുകൾ ചേർത്തി പിടിക്കണം. ഈ തള്ളവിരൽ കിട്ടല്ല, തള്ളവിരൽ മേലക്ക്. ഈ തക്ബീറത്ത് നിസ്കാരത്തിലും അങ്ങനെ തന്നെ. ചില ആളുകളെ കയ്യിൽ ഇങ്ങനെ പറ്റൂല. വിരലുകൾ ഇങ്ങനെ ചേർത്തി പിടിച്ച് പിന്നെ ഉള്ളം കൈ പരത്തി ചുമലിന് നേരെ, കൂടിയ ചെവി വരെ, ഇതിന് മേലക്കാട് പൊങ്ങാൻ പാടില്ല. ഇതുവരെ ഇങ്ങനെ ആക്കിയിട്ട്
എന്ത് ചെയ്യണം? അള്ളാഹു അക്ബർ എന്ന് പറയണം. രണ്ട് കയ്യും വേണ്ട. നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ കാണാം കുറേ ആളുകൾ അള്ളാഹു അക്ബർ അല്ലെങ്കിൽ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ രണ്ട് കയ്യും. അതൊന്നും ആളുകൾ എന്തോ ചെയ്തോട്ടെ, അത് നമ്മൾ നോക്കണ്ട. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കൈ മാത്രം വലത്തെ കൈ ഇങ്ങനെ പൊക്കുക, എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അക്ബർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കങ്ങനെ പറയാം, തെറ്റൊന്നുമില്ല. ഒരാൾ അള്ളാഹു അക്ബർ പറഞ്ഞാലും ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറയാൻ തെറ്റില്ല. ഞങ്ങൾ തന്ന പുസ്തകത്തിൽ അതുണ്ട്, ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറയാം. പക്ഷേ ആ ബോർഡിലൊക്കെ കാണാൻ അള്ളാഹു അക്ബറാണ്. അതുപോലെ തന്നെ ഹറമിന്റെ മേലെ ത്വാഫ് ചെയ്യുന്ന സ്ഥലമുണ്ട്, നമ്മൾ ഉംറ കഴിഞ്ഞാണ്, അവിടെയൊക്കെ ബോർഡിൽ ഇങ്ങനെ പ്രാർത്ഥനകൾ എഴുതി കാണിക്കുമ്പോഴൊക്കെ റസൂലുള്ളാഹി സുന്നത്ത് തുടങ്ങുമ്പോൾ അള്ളാഹു അക്ബറെ പറയട്ടുള്ളൂ എന്നാണ് അറബിയിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും. അവിടെ നബി അതേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹു അക്ബർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അള്ളാഹു അക്ബർ എന്ന് പറയാം. ഇപ്പൊ എവിടെ ഹജറുൽ അസ്വദിന്റെ നേരെ തിരിഞ്ഞു, കൈ ഇങ്ങനെ ഉയർത്തി, ഇങ്ങനെയാണ് ഉയർത്തേണ്ടത്. രണ്ട് കൈയും വേണ്ട, വലത്തെ കൈ മാത്രം മതി. ചുമലിന് നേരെ ഇങ്ങനെ ഉയർത്തുക, അള്ളാഹു അക്ബർ എന്ന് പറയാം. എന്നിട്ട് ഇത് കഅബയാണ്. ഇനി ഈ കഅബനെ ഇടം വെക്കാണ്, അല്ലെ? ഇടത്താണ് കഅബ, നമ്മളെ ഇടത് ഭാഗത്തായിരിക്കും എന്തുണ്ടാകുക. അപ്പൊ ഇങ്ങനെ നിന്നാൽ ഇപ്പൊ ഹജറുൽ അസ്വദ് ഇവിടെ വന്നു, ഇങ്ങനെ അള്ളാഹ് പറഞ്ഞു, പിന്നെ നമ്മൾ ഈ കഅബ, ഇത് കഅബാനെ സങ്കല്പിക്കുക, ഇതിന് ഇടം വെക്കുകയാണ്, അല്ലെ? അപ്പൊ ഞാൻ ആദ്യം കഅബ എന്ന് പറഞ്ഞുതരാം. കഅബന്റെ ഹജറുൽ അസ്വദിന്റെ മൂല ഇത്, അല്ലെ? ഈ മൂലയാണെന്ന് വിചാരിച്ചോളി. ഇതിന്റെ തൊട്ടുപുറത്ത് കഅബന്റെ വാതിലുണ്ട്. വാതിൽ കണ്ടില്ലേ? ഫോട്ടോയിൽ കണ്ടില്ലേ? സ്വർണത്തിന്റെ വാതില്, അത് കണ്ടിട്ട് അതിന്റെ താഴെയുള്ള ഒരു സ്ഥലമുണ്ട്, മുൽത്തസം എന്ന് പറയുന്ന സ്ഥലം. അവിടെ പിന്നീടൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ച് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ അവനെ കെട്ടിപ്പിടിച്ചു നടന്ന് അവിടെ കടന്ന് പ്രാർത്ഥിച്ചിരുന്നു. സുന്നത്ത് ഇപ്പോൾ നടക്കാറില്ല. ഇപ്പോൾ ആണുങ്ങൾക്കൊക്കെ സൗകര്യപ്പെടുകയാണെങ്കിൽ സ്ത്രീകൾക്കും ഈ സൗകര്യപ്പെടുമ്പോൾ തിരക്കില്ലാത്ത സമയത്തൊക്കെ ചെല്ലാൻ അവിടെയൊക്കെ സ്ത്രീകൾക്ക് അനുവാദം കൊടുക്കുന്ന സമയത്തൊക്കെ ചെല്ലാം. അവിടെ ഇങ്ങനെ മുൽത്തസം എന്നാണ് അതിന് പറയാം. ആ വാതിലിൻ്റെ താഴ്ഭാഗത്ത് ഒരു തിണ്ട്, ഇങ്ങനെ ചെറിയൊരു തിണ്ട് കാണാം. അതുപോലെ നമുക്ക് ആളുകളെ കൊണ്ട് പുറത്തുനിന്ന് കാണില്ല, അവിടെ ചെല്ലുമ്പോഴേ കാണുക എന്താണ് അവിടെ നിന്ന്, അത് മുൽത്തസം. അതിൻ്റെ ഇപ്പുറത്ത് കാണാം വലതു ഭാഗത്തൊരു സ്തൂപം, അല്ലേ? അതാണ് മഖാമു ഇബ്രാഹിം, അല്ലേ? ഒരു സ്തൂപം കണ്ടില്ലേ? സ്വർണത്തിൻ്റെ കൂടാരം നിങ്ങൾ ഫോട്ടോയിൽ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ? അതാണ് മഖാമു ഇബ്രാഹിം. ഇത് ഹജറുൽ അസ്വദിന്റെ അപ്പുറത്ത് വാതിലിന്റെ അടുത്ത് മുൽത്തസം, അതിന്റെ കുറച്ചൊന്ന് നീങ്ങിയിട്ട് വലതുഭാഗത്തൊരു സ്തൂപം കാണാം. ഈ സ്തൂപമാണ് എന്ത്? മഖാമു ഇബ്രാഹിം. അത് ആദ്യം കഅബന്റെ അടുത്തിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഹാജിമാരുടെ തിരക്ക് വർദ്ധിച്ചപ്പോഴാണ് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അതിന്റെ ചരിത്രം അതാണ്. ഇപ്പോൾ കുറച്ച് ഇരിക്കണ ഭാഗത്തേക്ക് മാറ്റി വെച്ച്, അത് കഅബന്റെ അടുത്ത് ഈ വാതിലോട് ചേർന്ന് മുന്നിലായിരുന്നതാണ്. ഇപ്പോൾ കുറച്ചാണ് മാറി, അത് അടുത്ത് പോകും. പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്നാൽ ഇപ്പോൾ ഹജറുൽ അസ്വദ് കഴിഞ്ഞു, ഇവിടെ വന്നാൽ ഈ മൂലക്ക് റുക്നുൽ ഇറാഖി എന്നാണ് പറയാം. ഇറാഖിന്റെ ഭാഗത്തേക്കുള്ള മൂല, കഅബന്റെ ഇറാഖിന്റെ ഭാഗത്തേക്കുള്ള മൂല. ആ ഭാഗം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇതിങ്ങനെ റുക്നുൽ യമാനി, ഹജറുൽ അസ്വദ് കഴിഞ്ഞ മൂല കഴിഞ്ഞ ഇവിടെ റുക്നുൽ ഇറാഖിന്റെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു കഅബന്റെ ഒരു അരച്ചുമര് കാണാം, ഉണ്ടല്ലോ ചിത്രത്തില്. നമ്മൾ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയാം, അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് ഹിജ്റുൽ കഅബ, കഅബന്റെ ഭാഗമാണത്. കാരണം എന്താ? കഅബ അന്ന് പുതുക്കി പണിയുന്ന സമയത്ത് ഹലാലായ സമ്പാദ്യം മാത്രമേ കഅബയുടെ നിർമ്മാണത്തിന് പാടുള്ളൂ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അതുകൊണ്ട് സമ്പത്ത് തികയാത്തത് കൊണ്ട് അവര് ബാക്കി വെച്ചൊരു സ്ഥലമാണത്, അത് കഅബന്റെ ഭാഗം തന്നെ. അവിടെ നിസ്കരിക്കാനൊക്കെ സമയമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ 8 മണി മുതൽ 11 മണി വരെ പുരുഷന്മാർക്ക് അവിടെ നിസ്കരിക്കാനുള്ള സാധനം. അത് ഈ സ്ത്രീകൾക്കാണെന്നറിയില്ല, മാറിപ്പോയതാണെന്നറിയില്ല. അതുപോലെ തന്നെ രാത്രി ഇശാന് 8 മണി മുതൽ 11 വരെ ഒരു ടീം, ഒരിങ്ങനെ അവിടെ ആളുകൾ ഇങ്ങനെ ക്യൂ വരി നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുക, കഅബൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുന്ന ആളുകൾ സൗകര്യപ്പെടുകയാണെങ്കിൽ ചെയ്യാം, നിസ്കരിക്കാം. അത് കഅബൻ്റെ ഉള്ള ഹിജ്റുൽ കഅബ എന്നാണ്, അല്ലേ? അത് കഴിഞ്ഞ് അതും ചുറ്റി വളഞ്ഞു വന്നാൽ ഇവിടെയാണ് എന്താ റുക്നുൽ ഷാമിൻ്റെ ഭാഗത്തേക്കുള്ള മൂല. ഈ ഭാഗം ഷാമിൻ്റെ ഭാഗത്തേക്കുള്ള മൂല. പിന്നെ ഇത് റുക്നുൽ യമാനി. അപ്പോൾ ഇവിടുന്ന് തവാഫ് തുടങ്ങി ഹജറുൽ അസ്വദിൻ്റെ അവിടെ നമ്മളിങ്ങനെ ചൊല്ലുക, ഇങ്ങനെ ഇടത് ഭാഗത്തായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോയി വന്ന് ഇവിടെ റുക്നുൽ യമാനിൻ്റെ ഈ ഭാഗത്തെത്തുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഹജറുൽ അസ്വദിൻ്റെ ഈ മൂല വരെ ഒരു പ്രാർത്ഥന ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇതിൻ്റെ കൂടുതൽ പറയട്ടെ, ഈ ഹജ്ജ് ഉംറ ചെയ്യാനില്ലേ കുറേ ഒന്നും പഠിക്കാനില്ല, ഒരു ദിക്ററ്റ് അധികം പഠിക്കേണ്ടി വരുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഓരോരുത്തരും പഠിച്ചിരിക്കണം. എന്ത് ചെയ്യാം? റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ. അത് റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ഈ മൂല മുതൽ എഴുതാം. റുക്നുൽ യമാനിൻ്റെ അവിടെ ഇങ്ങനെ അവിടെ കില്ല ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടാവും. ആ റുക്നുൽ യമാനിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് ആ കഅബമ തൊടലേ സുന്നത്തുള്ളൂ. ചില ആളുകളാണ് തൊടുക, മുത്തുക, പോയി കഅബമ ചുംബിക്കുക, അതൊന്നും സുന്നത്തല്ല. മറിച്ച് സൗകര്യപ്പെട്ടാൽ റുക്നുൽ യമാനിൻ്റെ അവിടെ കില്ല ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്, അവിടെ കഅബ ഇങ്ങനെ കാണിച്ചവരെ അതിനൊന്ന് തൊടാം.
തിരക്കൊന്നുമില്ലാത്ത സമയത്താണെങ്കിൽ എന്ത് ചെയ്യാം, തൊടലാണ് സുന്നത്തുള്ളൂ. ചുംബിക്കൽ ഹജറുൽ അസ്വദിനാണ്. അത് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ സലാം പറയാം. അപ്പം ഇങ്ങനെ ഹജറുൽ അസ്വദിൻ്റെ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ നമ്മൾ വന്നു. റുക്കുനിൽ ഇറാഖി കഴിഞ്ഞു, ഷാം കഴിഞ്ഞു, റുക്കുനിൽ യമാനി എത്തി. അവിടുന്ന് ഇങ്ങോട്ട് വന്നു ഹജറുൽ അസ്വദ്. ഇവിടെ എത്തുമ്പോൾ ഒരു ചുറ്റലായി, ഒരു റൗണ്ടായി അല്ലേ? ഈ റൗണ്ട് പൂർത്തിയായ വീണ്ടും നമ്മുടെ ആദ്യത്തെ പണി വീണ്ടും പണി. ഏതാ ആദ്യം പണി? ഹജറുൽ അസ്വദിൻ്റെ നേരെ തിരിഞ്ഞിക്കുക, കൈ ഉയർത്തുക, അല്ലാഹു അക്ബർ എന്ന് പറയാം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ 7 ചുറ്റ് അവസാനിക്കുന്നതോടുകൂടി എന്ത് ചെയ്യും? തവാഫ് അവസാനിക്കും. 7 ചുറ്റ്. മനസ്സിലായോ? 7 ചുറ്റ് അവസാനിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവും, ഈ തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേക പ്രാർത്ഥനകളോ ദിക്റുകളോ ഉണ്ടോ അല്ലേ? പ്രത്യേകമായ പ്രാർത്ഥന റുക്കുനിൽ യമാനി മുതൽ ഹജറുൽ അസ്വദിന്റെ ഈ മൂല വരെ മാത്രമേ ഉള്ളൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ ചുറ്റുമ്പോൾ നമുക്ക് എന്തും പ്രാർത്ഥിക്കാം, ദിക്ർ ചൊല്ലാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, ഒക്കെ ചെയ്യാം. നമുക്കറിയുന്നതൊക്കെ എന്ത് ചെയ്യാം, ചൊല്ലാം, പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്നതെന്നില്ല. ഓരോ തവാഫിനും ഇന്ന പ്രാർത്ഥന അങ്ങനെയൊന്നും ഇല്ല. മറിച്ച് എന്താണ്, ഇവിടെ മാത്രമാണ് പ്രത്യേകമായ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് എന്തും പ്രാർത്ഥിക്കാം, ദുആ ചെയ്യുന്നവർക്ക് പ്രാർത്ഥിക്കാം. ദിക്റുകൾ നമ്മളറിയുന്ന ദിക്റുകളല്ലേ, ഒന്നുമില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ദിക്റുകൾ ചൊല്ലാം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനഃപ്പാഠമുള്ള സൂറത്തുകൾ ഉണ്ടെങ്കിൽ അത് പാരായണം ചെയ്യാം. ഒന്നും കുഴപ്പമില്ല. പ്രത്യേകിച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ തവാഫ് പൂർത്തിയായാൽ, ഇവിടെ വെച്ച് 7 തവാഫ് പൂർത്തിയായാൽ നമ്മൾ പിന്നെ ചെയ്യണം. നബി ചെയ്തത് എന്താ വെച്ചാൽ പൂർത്തിയായപ്പോൾ വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് പോയി ചുംബിച്ചു എന്നാണ്. ഇന്ന് നമുക്ക് പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 പൂർത്തിയായി പിന്നെ ഹജറുൽ അസ്വദിനെ പോയി ചുംബിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് നടക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുക. മഖാമു ഇബ്രാഹിം ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു സ്തൂപം കണ്ടില്ലേ? ആ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ, എവിടെയോ അതിന്റെ പിന്നിൽ ഏത് ഭാഗത്ത് അവിടെ നിസ്കരിക്കുന്ന ആളുകളൊക്കെ ചെറിയ സ്ഥലമേ കിട്ടുള്ളൂ. ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുക. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതിന് മുന്നിൽ കൂടെ ആളുകൾ നടന്നു പോകുന്നുണ്ടാവും. ഒക്കെ ഈ മത്താഫിലാക്കാൻ നിസ്കരിക്കുക. അതിൻ്റെ ബാക്കിൽ പോയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അത് തവാഫിൻ്റെ സുന്നത്താണ്. ഇനി എപ്പോൾ തവാഫ് ചെയ്താലും, ഇപ്പോൾ സ്ത്രീകൾക്ക് എപ്പോഴും തവാഫിന് പോകാം, ആണുങ്ങൾക്ക് ഏറാമിൻ്റെ വസ്ത്രത്തിൽ പോകണം. അതുകൊണ്ട് സ്ത്രീകളൊക്കെ പോകുമ്പോൾ എപ്പോൾ തവാഫ് ചെയ്താലും തവാഫിന് ശേഷം ഈ 2 റക്അത്ത് സുന്നത്ത് ചെയ്യണം, നിസ്കരിക്കണം. ആ സുന്നത്ത് നമസ്കാരം അങ്ങോട്ട് മഖാമു ഇബ്രാഹിമിൻ്റെ അടുത്ത് പോവുക. അപ്പോൾ ഒരു ഖുർആനിൽ ഒരു ആയത്തിൻ്റെ കഷ്ണം അറിയുമെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറയാം. വത്തഖിദൂ മിൻ മഖാം, നിങ്ങൾ ഈ മഖാമു ഇബ്രാഹിമിനെ നമസ്കാര സ്ഥലമാക്കണമെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ആ ആയത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഉച്ചരിക്കുക. എവിടെ പോകുമ്പോൾ ഈ 7 തവാഫ് പൂർത്തിയായി മഖാമു ഇബ്രാഹിമിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ആയത്ത് അറിയുന്ന ആളുകൾ എന്ത് ചെയ്യുക, പറയാം. നിർബന്ധമൊന്നുമില്ല, അറിയുന്ന ആളുകൾ പറയാം. എന്നിട്ട് മഖാമു ഇബ്രാഹിമിൻ്റെ ബാക്കിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കുക. 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക. അത് മറക്കരുത്. 1ാമത്തെ റക്അത്തിൽ. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. എന്നിട്ട് ലഘുവായിട്ട് നിസ്കരിക്കുക. തിരക്ക് ചെറിയ സ്ഥലം ഉണ്ടാകുക, അവിടെ വേഗം എന്ത് ചെയ്യുക, നമസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞാൽ വേഗം എഴുന്നേറ്റു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് പുണ്യമില്ല. പല ആളുകളും അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് പിന്നെ സൗകര്യപ്പെടുമ്പോൾ കാബ കണ്ടിട്ടും കാബ കാണാതെയൊക്കെ വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ഉംറ നിർവഹിക്കണം, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. എന്ത് എഴുന്നേറ്റ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കൽ സുന്നത്തില്ല, പ്രത്യേക പുണ്യമില്ല. അവിടെ എന്ത് ചെയ്യുക, എഴുന്നേൽക്കുക. എന്നിട്ട് എഴുന്നേറ്റ് മുന്നിക്ക് നോക്കുക. നേരെ ഇപ്പം വന്നു, ഇത് മഖാമു ഇബ്രാഹിമാണ് ഈ ബൈക്ക് എന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ ബാക്കിൽ വന്ന് നിസ്കരിച്ചു. ഇവിടെ നീച്ചിട്ട് ഇങ്ങനെ വലത്തോട്ട് നോക്കുക. ഇത് ഇടതാണ്. ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിച്ചോളൂ. വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കാട്ടില്ലേ, ആരും കൂടല്ല. ഗുണങ്ങളെ പറയുന്നത് ഇലൽ മസ്ആ, സഅയ് ചെയ്യുന്നതിലേക്കുള്ള സ്ഥലം. ഇലൽ മസ്ആ അറബിയിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഇല സൊഫയിലേക്കുള്ള വഴി അവിടെ പച്ച ബോർഡിൽ ഉണ്ടാവും. ഒന്നുമില്ല, നമുക്കൊരു അറബി അറിയില്ല, ഒരു വർത്താനം പറയാൻ അറിയില്ല. പോലീസുകാരനോട് സഫ എന്ന് ചോദിച്ചേ, പോലീസുകാരുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ അല്ലേ, ആ സൊഫന്റെ വഴിയിലേക്ക്, വിശാലമായ വഴിയാണ്. ആ വഴിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സംസമുണ്ട്. 2 സൈഡിൽ സംസം ഉണ്ടാവും. അതുകൊണ്ട് തവാഫ് കഴിഞ്ഞ് മഖാമു ഇബ്രാഹിമിന്റെ ബാക്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി സംസം കുടിക്കുക എന്നുള്ളതാണ്. സുന്നത്താണ്. എന്ത് ചെയ്യണം, 2 സൈഡിലും സംസം ഉണ്ടാവും. ആദ്യം തന്നെ തണുപ്പുള്ളത് കുടിക്കാൻ നിൽക്കണ്ട. 4 ബോട്ടിൽ 1 നോട്ട് കോൾഡ് നീല അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും, തണുപ്പില്ലാത്തതെന്ന്. അതെടുത്ത് കുടിക്കാതെ തൊണ്ടവേനും കഫക്കെട്ടും ഉണ്ടാവും. പ്രായമുള്ള ആളുകളോട് പറയും, ഇനി അത്യാവശ്യമാണെങ്കിൽ കുറച്ച് തണുപ്പുള്ള കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാന്നല്ലാതെ ആദ്യം തന്നെ തണുപ്പുള്ള കുടിച്ചാൽ തൊണ്ട, നമ്മുടെ ക്ലൈമറ്റ് മാറി ചെല്ലാണ്. അവിടുത്തെ തണുപ്പിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. സംസം വെള്ളത്തിന് തണുപ്പ് കൊടുത്ത് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് സംസം കുടിക്കുക, മതിയാകോളം കുടിക്കുക. നമുക്ക് ഇഷ്ടപ്പെടുന്നത് കുടിച്ചൽ മാത്രമല്ല. എന്നിട്ട് അതിന് കുറച്ച് ബാക്കി എടുത്തിട്ട് നമ്മളെ തലയിൽ ഒഴിക്കുക.
സ്ത്രീകൾ ഇനി തട്ടൊന്നും ഇങ്ങനെ ഇതാക്കി അവിടെ ഒഴിക്കാൻ നിൽക്കണ്ട, നിങ്ങളെ മുടി ഔറത്താണ്, പറ്റുമെങ്കിൽ സൗകര്യപ്പോൾ കഴിഞ്ഞുള്ളൂ. പുരുഷന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുകയും എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച് തല കഴുകുകയും ചെയ്തിട്ടുണ്ട് ഹദീസിലുണ്ട്. അതുകൊണ്ട് ചെയ്യാം. ആ പോലീസിൽ ഇങ്ങനെ ആട്ടുണ്ടാവും. നമ്മളൊക്കെ ക്ലാസ്സിൽ വെള്ളം എടുത്ത് കൂടി കഴിഞ്ഞാൽ ക്ലാസ് കൊണ്ടുപോയിട്ട് ക്ലാസ് ഇടാനൊരു ടെമ്പ് വെച്ചിട്ട് ക്ലാസ്സിൽ അവിടെ കൊണ്ടുപോയിട്ട് തല അടിച്ചിട്ട് അതിൽ തലയ്ക്ക് കൂടെ ഒഴിക്കണം. നമ്മളൊക്കെ ചെയ്യില്ല, ആണുങ്ങൾക്കൊക്കെ പറ്റും, പക്ഷേ സ്ത്രീകൾക്ക്. അതുകൊണ്ട് നിങ്ങൾ അവിടെ മഫ്തി ഊരാതെ നിൽക്കേണ്ട, നിങ്ങളുടെ മുടി ഔറത്താണ്. അതുകൊണ്ട് എന്താണ് അന്യപുരുഷന്മാരുടെ ഇടയിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് സൗകര്യപ്പെട്ടാൽ അവിടെ തിന്നു. അപ്പോൾ സംസം ഇങ്ങനെ കുടിക്കുന്നത് ഈ വഴിയിലാണ്. സംസം കുടിച്ചിട്ട് ഇങ്ങനെ മുന്നിലേക്ക് നോക്കിയാൽ വഴിയാണ്. വഴി കാണാൻ വലതു ഭാഗത്തേക്ക് വിശാലമായൊരു റോഡ് ഇങ്ങനെ ചെരിഞ്ഞ മേലേക്ക്, അതാണ് സൊഫയിലേക്കുള്ള വഴി. അതാണിത് സൊഫയിലേക്കുള്ള വഴി. അപ്പൊ അവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി നമ്മള് ഇഹ്റാമിൽ പ്രവേശിച്ചു, തവാഫ് കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ കർമ്മമാണ് സഅയ്. അപ്പൊ സൊഫയിലേക്ക് പോവാണ്. വിശാലമായ ഇങ്ങനെ ചെരിഞ്ഞ വഴിയായിരിക്കും ഈ സൊഫയിലേക്ക് പോവുക. അപ്പൊ ആരോട് ചോദിച്ചാൽ സൊഫ, ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും സൊഫ. അങ്ങനെ സൊഫ കുന്നിന്റെ അടുത്തേക്ക് മുന്നോട്ട് നടന്നു ഇങ്ങനെ കാണാം. ഞാൻ പറഞ്ഞു നേരത്തെ ഇല സൊഫ എന്നൊക്കെ ഒരു ചെരിഞ്ഞ വഴിയുടെ മുകളിലേക്ക് പോയാൽ സൊഫയിലെത്തും. സൊഫയിലേക്ക് എത്തുന്ന സമയത്ത് സൊഫ ഇങ്ങനെ കാണും, അവിടെ കുന്നിങ്ങനെ കാണാം, നിങ്ങളിങ്ങനെ എത്തണം. ആ സൊഫയിലേക്ക് ഇപ്പോഴാണെന്ന് വെച്ചാൽ ഇങ്ങനെ കയറി വന്നാൽ ഇതിങ്ങനെ കാണി, പിന്നെ ഒരു സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇറങ്ങണം. ഇറങ്ങിയിട്ട് നമ്മൾ സൊഫൻ്റെ ഈ സൈന് ഈ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് സൊഫയിലേക്ക് കയറാം. അങ്ങനെ ഇറങ്ങിയിട്ട് സൊഫയിലേക്ക് കയറുമ്പോൾ ഖുർആനിൻ്റെ ഒരു ആയത്തിൻ്റെ കഷ്ടം, ആയത്ത് ഫുള്ളൊന്നും ഓതണ്ട, നിങ്ങളെ ബുക്കിലെ ആയത്ത് ഫുള്ളുണ്ടാവും, അതൊന്നും പഠിക്കാൻ നിൽക്കണ്ട. റസൂലുള്ള അത്രേ ഓതിയിട്ടുള്ളൂ. ഇന്ന സൊഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ്, അതേ നബി പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് പറഞ്ഞാൽ മതി. ആയത്ത് ഫുള്ള് പഠിക്കുന്നതുമാണെന്ന്. തീർച്ചയായും സൊഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അത് മാത്രം ഓതുക. അതിൻ്റെ കൂടെ ഒരു വാക്കുണ്ട്, അത് പഠിക്കണം. അതെന്താ? അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി. അബ്ദഉ, ഞാൻ തുടങ്ങുന്നു, ബിമാ ബദഅ അല്ലാഹു ബിഹി, അള്ളാഹ് തുടങ്ങിയത് ഉണ്ട്. അള്ളാഹ് എന്തുകൊണ്ടാണ് തുടങ്ങിയത്? ഖുർആനിൽ ഇന്ന സൊഫ, സൊഫ കൊണ്ടല്ലേ അത് തുടങ്ങി. അതുകൊണ്ട് ഞാനും സൊഫ കൊണ്ട് തുടങ്ങുകയാണ്. സയ്യിദ് എവിടെ തുടങ്ങണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ഒരു ചെറിയ വാക്കാണ്, അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അള്ളാഹു തുടങ്ങിയത് കൊണ്ട് ഞാനും തുടങ്ങുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഉദാഹരണം, ഇനിയിപ്പോൾ നിങ്ങൾ സൊഫ ഇപ്പം നിങ്ങൾ സൊഫ മർവയാണെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നത് ലളിതമായി. ഇത് സൊഫ, ഇത് മർവ, ഇതാണ്. അപ്പോൾ നമ്മളിവിടെ സൊഫയിലെത്തിയാൽ സൊഫയിലേക്ക് കയറിയിട്ട് ഈ സൊഫ വൽ മർവത മിൻ ശഅഇരില്ലാഹ് എന്ന് പറഞ്ഞു. അബ്ദഉ ബിമാ എന്ന് പറഞ്ഞു. ഇങ്ങനെ കയറി ചെന്നാൽ, ഉദാഹരണത്തിന് ഇങ്ങനെ കയറി ചെന്നാൽ ഇപ്പം നമ്മളിങ്ങനെ കയറി ചെന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ഇങ്ങനെ ചെന്നാൽ വലത്തോട്ട് തിരിയാം. കയറി സൊഫൻ്റെ മേലെ കയറി ഇതിമ്മ കയറി ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ കഅബൻ്റെ സൊഫൻ്റെ അടിഭാഗത്താണെങ്കിൽ കഅബ നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണാം. സൊഫ നമുക്ക് കിട്ടണമെങ്കിൽ സൊഫ ആ മേൽഭാഗത്തെ കിട്ടിയെങ്കിൽ കാണൂല. അപ്പോൾ അവിടെ ഇങ്ങനെ കഅബൻ്റെ ചിത്രം ഒരു ഫോട്ടോ ഉണ്ടാവും, തൂക്കിയിട്ടുണ്ടാവും. എന്നിട്ട് കിബില എഴുതിയിട്ടുണ്ടാവും. കിബില. അപ്പോൾ കിബിലക്ക് നേരെ, കഅബൻ്റെ നേരെ തിരിഞ്ഞിക്കുക. വലത്തോട്ട് സൊഫൻ്റെ മുകളിലാണെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞിക്കുക. അത് മനസ്സിലാക്കിയാൽ മതി. വലത്തോട്ട് തിരിഞ്ഞാൽ കഅബ കിബില. അടിയിലാണെങ്കിൽ നമ്മൾ കഅബ കാണും. അപ്പോൾ കൊന്നുമ്മ കയറുമ്പോൾ പോലീസുകാരുണ്ടാവും അവിടെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ അടിക്കണം. ആളുകൾ ഇങ്ങനെ വന്ന് ചുറ്റിയായത് കൊണ്ട് പോലീസിന് വേവേമയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എത്തിയാൽ ഒന്നിങ്ങോട്ട് കയറി മേലേക്ക് കയറിക്കാം. ഇത് നമ്മൾ ഉംറക്ക് പോയതാണ്. കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ സമയം കാണും. ഒരു 5 മിനിറ്റെങ്കിലും അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. തിരക്കൊന്നും കൂടെ ആട്ടും ഇങ്ങനെ പോലീസ്. അപ്പോൾ ഒന്ന് മാറി അപ്പുറത്തേക്ക് ഒഴിവുള്ളടത്തേക്ക് ഇങ്ങനെ മാറി നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ ക്യാബിൻ്റെ നേരൊക്കെ തിരിഞ്ഞ് നിന്നിട്ട് ഇനി പണി ശ്രദ്ധിച്ചോട്ടില്ല. ഇനിയാണ് നമ്മൾ അവിടെ പണി. കൈ ഉയർത്താനുള്ള സ്ഥലമാണ് അവിടെ. കൈ ഉയർത്തിയിട്ട് ദിക്ർ ചൊല്ലണം. ദിക്ർ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, അറിയണതാണ്. ആദ്യത്തെ 3 അല്ലാഹു അക്ബർ എന്ന് പറയാം. 3 തൊട്ട് എന്താ പറയാ? അല്ലാഹു അക്ബർ. ആർക്കും അറിയത്തില്ല. അല്ലാഹു അക്ബർ. പിന്നെ ഒന്ന് നമ്മൾ നമസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറിയില്ലേ? നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33 മറ്റേ 100 തകക്കാൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. അതും അറിയാം. ഇനി ഒരു ദിക്റുണ്ട്, അതിൻ്റെ ഒരു ഭാഗം നമ്മൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഇങ്ങനെ കാണുന്ന ഒരു വാക്ക്, അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദഹു. അത് നമ്മൾ പഠിക്കണം. അൻജസ വഅദഹു, അല്ലാഹുവിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട്. വനസറ അബ്ദഹു, അല്ലാഹുവിൻ്റെ അടിമയെ സഹായിച്ചിട്ടുണ്ട്. വഹസമൽ അഹ്സാബ വഹദഹു, എല്ലാ സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്തിയവൻ ഏകനാണ്. അവനാണ് ഏകനായ റബ്ബ്. അഥവാ നമ്മൾ തൗഹീദിൻ്റെ ഉറപ്പിക്കണം. തൽബിയത്തിലൊക്കെ അതാണ്. പക്ഷെ അതാ നമ്മൾ ക്ലാസ്സിൽ പിന്നെ പറയും, അങ്ങനെ പറയണം. അപ്പോൾ അതില്ല. അപ്പോൾ കൈ ഉയർത്തി അല്ലാഹു അക്ബർ ദിക്ർ ചൊല്ലും.
എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. എന്തു പ്രാർത്ഥിക്കാം? പക്ഷേ ആദ്യം ഉഖ്റവിയായ കാര്യത്തിനാണ് പരിഗണന. പരലോകം, ദുനിയാവ് മാത്രം പറയരുത്. ദുനിയാവ് പറഞ്ഞോളി, അത് പിന്നാലെ ആദ്യം നമ്മുടെ പരലോക രക്ഷ, സ്വർഗം, നരകം, സിറാത്ത് പാലം, ഖബർ ശിക്ഷ, അല്ലെ, നമ്മളെ പാപങ്ങൾ പൊറുക്കുക. അതുകൊണ്ട് ഉഖ്റവിയായ കാര്യത്തിന് പ്രാർത്ഥിക്കാം. അങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിക്കാം. കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ദിക്ർ ചൊല്ലുക. ഏത്? നേരത്തെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അൻജസ വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. ഇതില്ല. അപ്പോൾ ഒരു ദിക്റല്ലി, പിന്നെ പ്രാർത്ഥിച്ചു, പിന്നെ ദിക്റല്ലി, പിന്നെയും പ്രാർത്ഥിക്കുക, പിന്നെ എന്ത് ചെയ്യാം? ദുആ ചെയ്യാം, ചെയ്യാം, ദുആ ചെയ്യാം. പിന്നെ വീണ്ടും ദിക്റില്ല. മൂന്നാമത് എന്ത് ചെയ്യണം? ദിക്ർ ചെല്ലണം. അപ്പോൾ എത്ര വട്ടം പ്രാർത്ഥിച്ചു? നിങ്ങൾ ഇവിടെ ഉണ്ടോ നോക്കാനാണ്. എത്ര വട്ടം പ്രാർത്ഥിച്ചു നമ്മൾ സൊഫന്റെ മുകളിൽ നിന്ന്? 2 പ്രാവശ്യം. അത് മനസ്സിലാക്കരുത്. ദിക്ർ എത്ര വട്ടം ചൊല്ലി? 3 പ്രാവശ്യം. അത് മറക്കരുത്. ദിക്ർ 3 പ്രാവശ്യം, പുട്ടു തേങ്ങണ പോലെ. ആദ്യം ദിക്ർ, പിന്നെ പ്രാർത്ഥന, പിന്നെ ദിക്ർ, പിന്നെ പ്രാർത്ഥന, പിന്നെ ദിക്ർ. അതോടുകൂടി പോവുക. പിന്നെ ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ, വലത്തോട്ട് തിരിഞ്ഞിട്ട്. ഇനി നേരെ പിന്നിക്ക് തിരിയുക. ഇങ്ങോട്ട് ഇങ്ങനെ സോഫയിൽ നിന്ന് ഇറങ്ങുക, നടക്കുക മറവയിലേക്ക്. 2 റൂട്ടായിരിക്കും. 2 ഇങ്ങനെ നമ്മൾ കണ്ടിട്ടാവും എപ്പോഴും വീഡിയോ, ഹജ്ജും ഉംറയൊക്കെ കാണുന്ന ആളുകളല്ലേ, നടക്കുക. അങ്ങനെ സൊഫയിൽ നിന്ന് മറവയിലേക്ക് നടക്കുക. മറവയിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ മീൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ബത്തുനുൽ വാദി. ഒരു പച്ച ലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയ ഈ ഹോളിനേക്കാളും വലിപ്പുണ്ടാവും ഒരു സ്ഥലമുണ്ട് അവിടെ, അല്ലെ? പച്ച ലൈറ്റ് ഉണ്ട് അവിടെ, അല്ലേ? അവിടെ ഒരു ചെറിയ ഓടുക, അല്ലെ? റമൽ. അത് പറഞ്ഞപ്പോഴാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നാണ്. തൊവാഫിൻ്റെ കാര്യത്തിൽ മറന്നുപോയതാണ് ഞാൻ പറഞ്ഞ്. ഇങ്ങനെ തൊവാഫിലെ പുരുഷന്മാർ തൊവാഫിൻ്റെ ആദ്യത്തെ 3 ചുറ്റൽ സൗകര്യപ്പെട്ടാൽ, തിരക്കില്ലെങ്കിലൊക്കെ വരും, അവരെന്ത് ചെയ്യണം? റമൽ നടത്തുന്നതാണ്. റമൽ പറഞ്ഞാൽ നടത്തുമല്ല, ഓട്ടമല്ല. നമ്മൾ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ വണ്ടിപ്പാച്ചിൽ. കാലിങ്ങനെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ആദ്യത്തെ 3 ചുറ്റിൽ തവാഫ് ചെയ്യുമ്പോഴേ, അത് ഞാൻ മറന്നുപോയതാണ്. ഇപ്പോൾ ഇവിടെ റമൽ വന്നപ്പോൾ ഓർമ്മ വന്നതാണ്. അപ്പോൾ റമൽ ചുറ്റ പുരുഷന്മാർ, ആര്? സ്ത്രീകളല്ല, പുരുഷന്മാർ. അപ്പോൾ തിരക്കുകൊണ്ട് ചിലപ്പോൾ കയ്യിലും, എന്നാലും ഇങ്ങനെ ഇളകിയൊക്കെ നമുക്ക്, ചിലപ്പോൾ ആളുകളൊക്കെ നല്ല തിരക്കുണ്ടെങ്കിൽ ഇറങ്ങാനൊന്നും പറ്റൂല. അത് 3 റൗണ്ടിൽ 3 ചുറ്റിൽ, ആദ്യത്തെ 3 ചുറ്റിൽ. അതും എന്തിനുള്ള തെളിവാ? ഇവര് മക്ക മുശ്രിക്കുകൾ കളിയാക്കില്ല, ഒരു ക്ഷീണിച്ചു വന്നിക്കാണ്. അപ്പം അതിലില്ല, ഞങ്ങൾ ആരോഗ്യവാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് റമൽ. ഇന്നതുപോലെ ഈ ബത്തുനുൽ വാദി, സൊഫന്റെയും മർവന്റെ ഇടയിൽ മീൽ എന്ന് പറയുന്ന പച്ച ലൈറ്റുള്ള സ്ഥലം, അവിടെയാണ് ഹാജറ റളിയല്ലാഹു അൻഹ ഓടിയ സ്ഥലം, അല്ലേ? കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടി ഓടിയില്ലേ സംഭവം, അല്ലേ? സൊഫന്റെ മുകളിലേക്ക് കയറും, ഇങ്ങോട്ട് ഇറങ്ങും, ഇങ്ങോട്ട് ഓടും, പിന്നെ മറുവന്റെ മേലെ കയറും. ആ സായിയല്ലേ ഇപ്പം നമ്മൾ ചെയ്യാൻ പോണേ. അതുകൊണ്ട് തന്നെ അവിടെ ഓടണം. പുരുഷന്മാരും ഓടാം, സ്ത്രീകൾക്കും ഓടാം അവിടെ. കാരണം എന്താ? ഓടിയത് ഹാജറാണ്, അല്ലേ? സ്ത്രീയല്ലേ ഓടിയത്? ഹാജറത്. എപ്പോ? ഫിത്തിന ഭയപ്പെടുന്നില്ല എങ്കിൽ, നിങ്ങളുടെ വസ്ത്രം മാറി ഔറത്ത് വെളിവാകും എന്ന് പേടിക്കുന്നില്ല എങ്കിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഓടാം. നല്ല കുറച്ച് സ്പീഡിൽ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യാം. കാരണം എന്താ? ഒരു കാലൊക്കെ കയറ്റിച്ച് ആചാരം തന്നെ ഓടി ആ രീതിയിൽ കാണാൻ. അങ്ങനെ നമ്മൾ ആണുങ്ങൾ തുണി കയറ്റിയൊക്കെ മടുക്കുത്താൻ വേണ്ടി ഇങ്ങനെ മാടി പിടിച്ചതാണ്. ഇങ്ങനെ മാടി പിടിച്ചെന്താ? ഒന്നും ഓടാതെ വെച്ചാൽ അങ്ങനെ അന്ന് അവിടെ മനുഷ്യന്മാരില്ല, അത് വേറെ വിഷയം. ഇന്നങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം? സ്ത്രീകൾക്കും ഓടാം, പുരുഷന്മാർക്കും. അത് ബത്തുനുൽ വാദിമയിൽ ഓടുക. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ നടക്കുമ്പോൾ മറവ. ഇത് ഇപ്പം ഞാൻ ആദ്യത്തെ സോഫയെ പറഞ്ഞിരുന്നു, ഇത് മറവയെന്ന് സങ്കല്പിക്കുക. നമ്മൾ മറവയിലേക്ക് കയറും, ഇങ്ങനെ കയറും. മറവയിലേക്ക് കയറിയാൽ മറവയിൽ ഇങ്ങനെ നടുവിൽ തൂണുണ്ടാവും, ഇങ്ങനെ റൗണ്ട് ചെയ്ത് മറവയിലേക്ക് ഇങ്ങനെ കയറി നിന്നാൽ സൊഫയിൽ നമ്മൾ വലത്തോട്ടാണെങ്കിൽ മറവയിൽ കയറിയാൽ ഇടത്തോട്ട് തിരിഞ്ഞിക്കുക. അപ്പോൾ അവിടെ പോലീസുകാർ ഇങ്ങനെ ആട്ടും, ഇങ്ങനെ ആളുകൾ വന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചവിടെ ഒരു തൂണുണ്ടാവും, ആ തൂണിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിക്കുക. ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ അവിടെ കഅബ കാണൂല. താഴത്താണെങ്കിൽ മേലെ ഇടും, കഅബ കാണൂല. കിബിലൻ്റെ ബോർഡ് കാണും, ചിലപ്പോൾ അതും കാണൂല. ചില സാധനത്ത് ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോൾ തൂണ് മറിഞ്ഞിട്ട് കാണൂല. അപ്പോൾ നമ്മൾ കഅബയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് താഴത്തേക്ക് നോക്കുക. താഴത്തേക്ക് നോക്കിയാൽ അവിടെ നിസ്കരിക്കാനുള്ള സൊഫ് ഇട്ടിട്ടുണ്ടാവും. നിസ്കരിക്കാനേ ജമാഅത്ത് എടുക്കുമ്പോൾ അവിടെയൊക്കെ ആളുണ്ടാവും നിസ്കരിക്കാനേ. അവിടെ ആ സൊഫിന്റെ കറുത്ത ലൈൻ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് നേരെ നിന്നിട്ട് അങ്ങ് ആ സൊഫിൽ നിന്നാൽ നിങ്ങൾക്ക് എവിടെ കിട്ടും? കഅബക്ക് നേരെ കിട്ടും, കിബിലക്ക് നേരെ കിട്ടും. എന്നാൽ സൊഫയും മറുവയും പള്ളിയിൽപ്പെട്ടതാണോ? അല്ലേട്ടില്ലേ? അവിടെ പ്രത്യേക നിസ്കാരം. ചില ആളുകളൊക്കെ ഇങ്ങനെ കാണാം, ഈ ത്വാഫ് കഴിഞ്ഞ് വന്നാൽ അവിടെ ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കണോ, പ്രത്യേക പുണ്യം. സൊഫയല്ലേ മറുവ? പോലീസുകാർ കണ്ട ആട്ടിവിടലൊക്കെ ഉണ്ട്. പക്ഷെ ആരും ചെയ്യരുത്. സൊഫയും മറുവയും പള്ളിയിൽപ്പെട്ടതല്ല. കാരണം അത് 2 മലകളായിരുന്നു. ഇപ്പോൾ വിശാലമാക്കിയപ്പോൾ അത് നിസ്കാരത്തിനും ജമാഅത്തിനൊക്കെ സൗകര്യപ്പെടുത്തിയെന്നുള്ളൂ. ആ പള്ളിയിൽ കയറി നിസ്കരിച്ച കൂടിയൊന്നും അവിടെ നിസ്കരിച്ചാൽ കിട്ടൂല, വേറെ വിഷയം. അതുകൊണ്ട് മറവയിൽ കയറി ഇടത്തോട്ട് തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ സൊഫയിൽ ചെയ്ത പണിയില്ലേ,
സൊഫയിൽ ചെയ്ത പണി എന്താ? കൈ ഉയർത്തി, ദിക്ർ ചൊല്ലി, പ്രാർത്ഥന ചൊല്ലി, വീണ്ടും ദിക്ർ ചൊല്ലി, പ്രാർത്ഥിച്ചു, വീണ്ടും ദിക്ർ ചൊല്ലി. അതുപോലെ തന്നെ അഥവാ ദിക്ർ, പ്രാർത്ഥന, ദിക്ർ, പ്രാർത്ഥന, ദിക്ർ, 3 ദിക്റും ഇടയിൽ 2 പ്രാർത്ഥനയും. എവിടെ? മർവന്റെ മേലെ. എന്നിട്ട് അപ്പോൾ സൊഫ മുതൽ മർവ വരെ വന്നാൽ ഒന്നാണ്, ഒരു സഹിയായി. അല്ലാതെ ഇത് സൊഫീന്ന് വന്ന് മർവീന്ന് വന്ന് പിന്നെ സൊഫയിൽ എത്തുമ്പോഴല്ല ഒന്ന്. അങ്ങനെയാണെങ്കിൽ നേരം വെളുക്കോടുത്ത് പോരിപ്പൊക്കെ. അതാണ് പറഞ്ഞത്. എത്ര കാലം സമയം നടക്കണ്ട്, ഒരു ദൂരം 1 കിലോമീറ്ററോട് അടുത്ത് വരൂലേ സൊഫ പറയുന്നത്. അതുകൊണ്ട് സൊഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ എത്തിയാൽ 1 പിന്നെ മർവയിൽ നിന്ന് തിരിച്ച് സൊഫയിലേക്ക് നടന്നാൽ എത്രയായി? 2. പിന്നെ സൊഫയിൽ നിന്ന് മർവയിലേക്ക് നടന്നാൽ എത്രയായി? 3. പിന്നെ മർവയിൽ നിന്ന് സൊഫയിലേക്ക് നടന്നാൽ എത്രയായി? 4 അല്ലെ? പിന്നെ സൊഫയിൽ നിന്ന് മർവയിലേക്ക് നടന്നാൽ എത്രയായി? 5. പിന്നെ സൊഫയിൽ നിന്ന് മർവയിൽ നിന്ന് സൊഫയിലേക്ക് നടന്നാൽ എത്രയായി? 6. പിന്നെ സൊഫയിൽ നിന്ന് മർവയിലേക്ക് നടന്നാൽ എത്രയായി? 7. പൂർത്തിയായി. മർവയിലാണ് അവസാനിക്കുക. എവിടെ താഴെ അവസാനിക്കുക? മർവയിൽ. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആദ്യം പറഞ്ഞതൊന്നുമില്ല. അവിടെ നേരെ പിന്നെ കയറി ചെന്നാൽ സഹി പൂർത്തിയായി പുറത്തേക്കാണ് പോവുക. പിന്നെ അവിടെ തിരിഞ്ഞ് ദിക്ർ പ്രാർത്ഥന ഉണ്ടോ? അവസാനത്തെ റൗണ്ടിലില്ല. മനസ്സിലാക്കണം എന്നാ പറയുന്നത്. അവസാനത്തെ 7ാമത്തെ സൈ അവസാനിക്കുന്നത് മർവയിലാണ്. അവിടെ പിന്നെ തിരിഞ്ഞു നിന്ന് ദിക്റില്ല, പ്രാർത്ഥന ഇല്ല. നേരെ മർവയിൽ കയറിയ പിന്നെ കുറച്ച് മുന്നോട്ട് വന്നാൽ പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ഗ്രില്ലുണ്ട്, വഴിയുണ്ട്, ആളുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. അതാണ്. അപ്പൊ അങ്ങനെ സൈ അവസാനിച്ചു. എന്തായി? ഒരു മിനിറ്റ് ഞാൻ പറയാം. സൈ അവസാനിച്ചു. സംശയങ്ങൾ ഉണ്ടാകും, നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. സൈ അവസാനിച്ച അപ്പോൾ ഒരു സംശയം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈ ചെയ്യുമ്പോൾ പ്രത്യേകം ദിക്റോ പ്രാർത്ഥനയോ ചൊല്ലേണ്ടതുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു സഫന്റെ മുകളിൽ പ്രത്യേക ദിക്റുണ്ട്, പ്രാർത്ഥന ഉണ്ട്. മർവന്റെ മേലെയും അതുണ്ട്. അതല്ലാതെ നമ്മൾ നടക്കുന്ന സമയത്ത് എന്തും നമുക്ക് പ്രാർത്ഥിക്കാം, ദിക്ർ ചൊല്ലാം, വിശുദ്ധ ഖുർആൻ പാരായണം. നമ്മൾ പോകുമ്പോൾ കാണുന്ന ചില ആളുകൾ ഇങ്ങനെ ഖുർആൻ പിടിച്ച് ഇങ്ങനെ ഓതി നടക്കേണ്ട. അവിടെ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ സൈ ഉണ്ടാവും. സഫന്റെയും മർവന്റെയും മേലെ കയറുമ്പോൾ ദിക്റും പ്രാർത്ഥനയും. അതല്ലാതെ വേറൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ആദ്യം സൊഫയിലേക്ക് കയറുമ്പോൾ ഇന്ന സൊഫ വൽ മർവത മിൻ ശഅഇരില്ലാ എന്ന് പറഞ്ഞു. അത് പിന്നെ മർവയിലേക്ക് കയറുമ്പോഴില്ല, ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഉള്ളത്. പിന്നെ വരുമ്പോഴൊന്നും ഇല്ലാന്ന്. പിന്നെ സൊഫയിലേക്ക് വരുമ്പോൾ ചെല്ലണം, വേണ്ട. പിന്നെ മർവയിലേക്ക് ചെല്ലുമ്പോൾ ചെല്ലണം, വേണ്ട. അത് ആ സൊഫയിൽ കയറുമ്പോൾ ആദ്യം മാത്രമേ ഉള്ളൂ, പിന്നല്ല. ആദ്യത്തെ തവണ മാത്രമേ ഉള്ളൂ അതുണ്ടാകുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? സൊഫയിലും മർവയിലുമുള്ള ദിക്റും പ്രാർത്ഥനയും കഴിഞ്ഞു സഅയ് ഇപ്പോൾ പൂർത്തിയായി. ഞാൻ പറയാൻ ചോദിക്കണ്ടല്ലോ, ഒരു മിനിറ്റ് കൂടി. അങ്ങനെ ദിക്ർ കഴിഞ്ഞ് പ്രാർത്ഥന മർവയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ വലത് വശത്ത് വിശാലമായ സ്ഥലങ്ങളിൽ കൂടെ പുറത്ത്. ഇനിയിപ്പോൾ നമ്മളെ ഇഹ്റാം, തവാഫ്, സഅയ് 3 കഴിയില്ലേ? ഇനി എന്താ അടുത്തുള്ളത്? മുടി കളയുക എന്നുള്ളത് മുടി കളയുകയോ വെട്ടുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ മുടി കളയുന്ന ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം പൊറുക്കലിനെ തേടിനാണ്. ഓർക്ക് 3 വട്ടം വേണ്ടി നബി പ്രാർത്ഥിച്ചു. ആർക്ക്? പുരുഷന്മാർക്ക് മുടി കളയുന്ന ആളുകൾക്ക്. മുടി കളയുന്ന ആൾക്കും വേണ്ടി 3. വെട്ടിയവർക്ക് വേണ്ടി 1 തവണ. അപ്പോൾ കളയലാണ് അഫ്ളൽ. ഇനി ഒന്നുകൂടി ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുടി കളയുന്ന ആളുകളാണെങ്കിൽ, അപ്പൊ നബിയുടെ പ്രാർത്ഥന നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കളയുന്ന വേണം. 3 വട്ടം നബി പ്രാർത്ഥിച്ച് കളഞ്ഞവർക്ക്. അത് അന്ന് കളഞ്ഞവർക്കല്ല, ഖിയാമത്ത് നാൾ വരെ ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ മുടി കളഞ്ഞവർക്കൊക്കെ ആ പ്രാർത്ഥന കിട്ടും. ഇനി കളയുന്ന ഓരോ മുടിക്കും 1 ഹസനത്ത് പ്രതിഫലം, 1 നന്മ. അപ്പൊ നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടോ അത്രയും നന്മ. പുരുഷന്മാരെ സംബന്ധിച്ചാണ് പറയണേ, ഒരു പ്രതിഫലം ഉണ്ട്. നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടോ അത്രയും പ്രതിഫലം ഉണ്ട് നമുക്കുണ്ട് മുടികളെ. അതെ, അതാണ് മുടി കളഞ്ഞവർക്കുള്ളത്. എന്നാൽ വെട്ടിന് കുഴപ്പമൊന്നുമില്ല, വെട്ടുന്നതിന് പ്രശ്നമില്ല. പക്ഷെ വെട്ടുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴത്താണ് അവിടെ കുട്ടികൾ ഇങ്ങനെ കത്രികയും പിടിച്ചിട്ടുണ്ടാവും. പല ആളുകളും കാണാൻ അള്ളാനെ പറ്റിക്കുക എന്ന് ചൂഷണം. എന്താ നിങ്ങൾക്ക് തല ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ നിന്ന് വെട്ടും. നമ്മളൊക്കെ മുടി വെട്ടാൻ പോകുന്നില്ല ബാർബർ ഷോപ്പിൽ. നമ്മൾ ബാർബർ ഷോപ്പിൽ കയറി മുടി വെട്ടാൻ പറഞ്ഞു. അപ്പോൾ ബാർബർ ഇവിടെ ഒന്ന് 2 കഷ്ണം എടുത്തു, ഇവിടെ 3 കഷ്ണം എടുത്തു, ഇവിടെ നമ്മളാരെങ്കിലും പൈസ കൊടുത്ത് പോരും. ചേകട്ടൊക്കെ വിടില്ലേ? ഇത് അള്ളാനെ പറ്റിക്കുന്ന പരിപാടിയാണ് അല്ലേ? ഇവിടെ 2, 3 ഇട്ടിട്ട് ഓലെ മുടിയളച്ചിൽ ചെയ്യുന്ന അത് പറ്റൂല. വെട്ടാണെങ്കിൽ ഒരുമിച്ച് വെട്ടണം, ഒരുപോലെ വെട്ടണം. കളയാണെങ്കിൽ ഒരുമിച്ച് കളയും. ഇനി അപ്പോൾ കഷണ്ടിയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ല, പക്ഷെ കഷണ്ടിയുള്ള ആളുകളോ? പ്രവാചകൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇമ്രാറു മൂസാന. മുടിയൊന്നുമില്ല തലയിൽ, എന്നാലും ആ കത്തിയൊന്ന് ബാർബർ ഷോപ്പ് പോയിട്ട് ആ കത്തിയൊന്ന് തലയിൽ കൂടെ അങ്ങനെ ഓടിക്കണം. അതാണ് അവൻ്റെ സുന്നത്ത്, അതാണ് അവൻ്റെ മുടിയൊന്നുമില്ല, അവിടെ അത് ചെയ്യണമെന്നാണ്. ഇനി സ്ത്രീകൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ അവിടെ പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും.
ഉണ്ടാവും. നമ്മൾ അറമ്പ ചെല്ലുമ്പോൾ അറമ്പല്ലേ എന്താ കുറേ കാഴ്ചകൾ നമ്മൾ വിചാരിച്ചോളുന്നല്ല അവിടെ കക്കലും കുടിക്കലും ഗുണപോലൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ വിഷയം, അത് ഞാൻ പറയാം. അപ്പോൾ അവിടെ ഇങ്ങനെ പെണ്ണുങ്ങളും കത്രിയും കൊണ്ട് ഇങ്ങനെ ഉണ്ട് മുടിയിട്ട്. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ചില പെണ്ണുങ്ങൾ സ്ഥിരമായി കാണാം. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഈ സമസ്തക്കാർ വരുന്ന പെണ്ണുങ്ങൾ വരെ ഇങ്ങോട്ട് പോലും ഇങ്ങനെ തട്ടം കാണിച്ചിട്ട് മുടി കുറച്ച് ഇങ്ങനെ മുറിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീയുടെ മുടി ഔറത്താണ്. അവിടെ തന്നെ ഉള്ള തട്ടത്തിൻ്റെ ഉള്ളത്തുനിന്ന് അവിടെ അന്യ പുരുഷന്മാരുണ്ട്, അത് കാണും, മുടി കാണും. അവിടെ അവർ റൂമിൽ വന്നിട്ടാണ് മുടി വെട്ടേണ്ടത്. അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ പറയും കൊണ്ടുപോകേണ്ട സാധനങ്ങൾ കത്രികയൊക്കെ ഇവിടുന്ന് കൈ പിടിക്കുക, അത് ഹാൻഡ് ബാഗിൽ വെക്കരുത്, ലഗേജിൽ വെക്കണം. അത് നേരത്തെ പറയും ഇൻഷാ നമുക്ക് വരുമ്പോൾ പറയും. അതിൽ അവിടുത്തെ എത്ര കളന് അൻമുലത്ത്, അനാമില്, ഉന്മുലത്ത് എന്നൊക്കെ പറയും. ഈ വിരലുണ്ട്, വിരലിവിടെ കണ്ടിലൊരു വര അല്ലേ, നമ്മളെല്ലാവരും ഇത്ര വലുപ്പത്തിൽ വെട്ടണം. എങ്ങനെ? ഒരു മുടിയല്ല, മൊത്തം മുടി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് എല്ലാ മുടിയും കൂടെ കൂട്ടിപ്പിടിച്ച് റൂമിലെത്തിയാൽ ഈ വലുപ്പത്തിൽ എന്ത് ചെയ്യുക? അനാമില്, ഉന്മുലത്ത് എന്നൊക്കെ പറഞ്ഞാൽ വിരലിൻ്റെ ഈ അറ്റത്തിനാ പറയുക. ഈ വര ഉണ്ടല്ലേ, ഈ വര ഇത്ര വലുപ്പത്തിൽ അവർ എന്ത് ചെയ്യുക? അപ്പോൾ ഒരു